ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നമ്മുടെ മേൽ നിർബന്ധം വരാറുണ്ട്. പിള്ളേര് പ്രത്യേകിച്ച് അത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ലോകം ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെ ചിന്തിക്കാൻ, ആ ഒരു സിസ്റ്റത്തിലേക്ക് ചെല്ലുവാൻ ഉള്ള വളരെ വലിയ പ്രഷർ ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആം, ഈ ലോക സ്നേഹത്തിന് നേരെ എതിരായ വേറൊരു ഡയറക്ഷനിലേക്കുള്ള ഒരു യാത്രയാണ്. ലോകത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും ഒരേ സമയത്ത് സാധിക്കില്ല. ക്രിസ്തുവിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലോക സ്നേഹം വ്യഭിചാരം പോലെയാണ്. കാരണം ലോകം വേറൊരു യജമാനനാണ്. ആ വേറൊരു യജമാനൻ നമുക്കുണ്ടാകുന്നത് ആം, മണവാളന് അസഹനീയമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അസൂയയോടെ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്നിട്ട് നമുക്കായി വെയിറ്റ് ചെയ്യുന്ന, അസൂയയോടെ നമ്മളെ നോക്കുന്ന, അസൂയ എന്ന് പറയുന്നത് തീക്ഷ്ണമായ സ്നേഹത്തോടെ സ്വന്തം പ്രാണനെ തന്നിട്ട് അവന്റെ എല്ലാ ബെനിഫിറ്റും അനുഗ്രഹങ്ങളും അവകാശങ്ങളും തന്നിട്ട് നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മൾ ഇനിയും വേറെ ജാരന്മാരെ അന്വേഷിച്ച് പോകുന്നുണ്ടോ എന്ന് അസൂയയോടെ നോക്കുന്ന ഒരു കർത്താവുണ്ട് എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ലോകത്തെ സ്നേഹിക്കുന്നവരാകുമ്പോൾ, ലോകത്തിന്റെ തത്വത്തെ എംബ്രേസ് ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ശത്രുത്വവും ദൈവത്തോടുള്ള മത്സരവുമായിട്ടാണ് അത് മാറുന്നത്. ഇപ്പൊ ദൈവത്തോടുള്ള മത്സരം, ദൈവത്തോടുള്ള എതിർപ്പ്, നമുക്ക് പഴയ ജഡം ദൈവത്തോട് എതിരായിരുന്നു നമുക്കറിയാം. നമ്മൾ അവന്റെ ശത്രുക്കളായിരുന്നു. ശത്രുക്കളായിരുന്ന നമ്മെ അവൻ അവനോട് ചേർത്ത് രമ്യപ്പെടുത്തി അവന്റെ ഭാഗമാക്കി അവന്റെ സ്വന്തമാക്കിയിട്ടു. വീണ്ടും നമ്മൾ ആ ശത്രു സ്വഭാവത്തിലേക്ക്, ദൈവത്തിന്റെ സ്വഭാവത്തോടുള്ള ശത്രുത്വത്തിലേക്ക് നമ്മൾ പലപ്പോഴും നടക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. That happens most of the time inside the church and outside. When we go on with our life, we declare God's principles and philosophies as inimical to our common desired existence. നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് കർത്താവിന്റെ പഠിപ്പിക്കലുകൾ പലതും സ്യൂട്ടല്ല, പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിന്റെ വ്യവസ്ഥ കുറച്ചുകൂടി നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പിന്നെയും പിന്നെയും ബാലിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നത്. ദൈവം ഇത്രയും അവർ ഇടപെട്ടിട്ടും ഇത്രയും അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചിട്ടും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇസ്രായേൽ മക്കള് ബാലിനെ ബാലിന്റെ പിറകെയും അസ്തരത്ത് പ്രതിഷ്ഠകളുടെ പിന്നാലെ പോകാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ കാരണം പീർ പ്രഷറായിരുന്നു. ചുറ്റും താമസിച്ചിരുന്ന ആളുകളിൽ നിന്നുള്ള പ്രഷറായിരുന്നു. അതിന്റെ കാരണം പലപ്പോഴും ലോകപരമായ സമ്പത്ത് ഉണ്ടാക്കാൻ അവരെ കൃഷി ചെയ്യുന്ന സമയത്ത് ആ കൃഷി ഫലപ്രദമാകാൻ വേണ്ടി അവർക്ക് അന്നത്തെ അഗ്രികൾച്ചറൽ ഗോഡ്സ്, അത് പ്രകൃതി ദൈവങ്ങളെ പൂജ കഴിച്ചും യാഗം കഴിച്ചും ഒക്കെയാണ് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കനാനിൽ നല്ല വിളവെടുപ്പ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഈ കൃഷി ചെയ്യുന്നവർ, ഇപ്പൊ നമ്മൾ രാഹുവാണ് ഇപ്പൊ നോക്കുന്നത്, നമ്മൾ സമയവും സീസൺസും ഒക്കെ പലപ്പോഴും നോക്കാറുണ്ടല്ലോ. സമയവും സീസൺസും ഒക്കെ നോക്കിയാണ് പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, കൃഷിപ്പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ചെയ്യുന്നത്. നാള് നോക്കിയും വാവ് നോക്കിയും അല്ലാതെ കല്യാണത്തിന് മുമ്പ് രാഹു നോക്കിയും ഒക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ കണ്ട് ചെയ്ത് പഠിപ്പിക്കുന്ന, നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ പതുക്കെ പതുക്കെ ഈ ലോകത്തെ സ്നേഹിച്ച് ധാന്യവും മീനും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കർത്താവിനെ വിട്ടിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി അഗ്രികൾച്ചറൽ ഗോഡ്സിന്റെ പിന്നാലെ അവർ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് ബാല അസ്തരത്തിനുള്ള പ്രതിഷ്ഠകളൊന്നും ഇല്ലെന്നേ ഉള്ളതേ ഉള്ളൂ. നമുക്ക് ലോക സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഈ ഹിന്ദു ഐഡിയോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും വിഗ്രഹാരാധന തന്നെയാണ്. കാരണം നമുക്കറിയാം ഹിന്ദു ദൈവങ്ങളെല്ലാം ദേവന്മാർ, ദേവതകൾ. ദൈവം ഒന്നേ ഉള്ളൂ ഹിന്ദുക്കൾക്ക്, അല്ലേ? അറിയാമല്ലോ. പരമാത്മ, പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേവന്മാരും ദേവതകളുമാണ്. അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒരു ദേവന്മാരുണ്ട്. സമ്പത്തിന് ഒരു ദേവതയുണ്ട്, വിദ്യാഭ്യാസത്തിന് ഒരു ദേവതയുണ്ട്. ഇതെല്ലാം ഒരു വിഗ്രഹമാണ്. ശരിക്കും ധനം ഒരു വിഗ്രഹമാണ്, വിദ്യാഭ്യാസം അത് വിഗ്രഹമാകാം, നമുക്ക് ഉപയോഗമുള്ളൊരു കാര്യവുമാകാം, അതുപോലെ ഇത് വിഗ്രഹമായി വേണേലും മാറാം. അതുപോലെ നമ്മൾ ഇന്ന് കർത്താവിനോട് ചോദിച്ച് നിലവിളിച്ച് മേടിക്കുന്ന പല കാര്യങ്ങളും അവർക്ക്, ഹിന്ദുക്കളെ സംബന്ധിച്ച് അവർ അതിനെല്ലാം ഓരോരോ ദൈവങ്ങളാണ്. ഓക്കെ, ഹിന്ദുക്കളെ സംബന്ധിച്ച് അതെല്ലാം ഓരോരോ ദൈവങ്ങളാണ്.
നമ്മൾ ആ ഓരോരോ ദൈവങ്ങളുടെ പേര് വിളിക്കുന്നില്ലെന്നുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവരോടൊക്കെ തന്നെയാണ്. ശരിക്കും ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകത്തിന്റെ മഹത്വത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും വിഗ്രഹാരാധന ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും ആ വിഗ്രഹാരാധനയുടെ പുറകിലുള്ള അതേ മനോഭാവം തന്നെയാണ് അതേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും വരുന്നത്. അപ്പൊ ശരിക്കും ലോക സ്നേഹം എന്ന് പറയുന്നത് വേറെ ജാരന്മാരെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് വേറെ ജാരന്മാരെ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്നും വ്യഭിചാരമാണെന്നും യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം അത് ഹിന്ദു ഫിലോസഫി അതുപോലെ പാഗൻ ഫിലോസഫീസ് പഴയകാലത്തുള്ള സംസ്കാരങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഇതെല്ലാം വിഗ്രഹവൽക്കരിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം മഹത്വം സാധാന്യമാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നത്? നമുക്ക് പണം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇതെല്ലാം പൈശാചികമാണോ? അല്ല, അങ്ങനെയല്ല. ശരിക്കും പിശാച് എടുത്തിരിക്കുന്നത് വസ്തുക്കളെയല്ല അതിന്റെ മഹത്വത്തെയാണ്. വസ്തുക്കളെയല്ല അതിന്റെ മഹത്വത്തെയാണ്. പണത്തിനല്ല പ്രശ്നം, പണത്തിന്റെ മഹത്വത്തിനാണ് പ്രശ്നം. ഇപ്പം നിങ്ങൾ കേരളത്തിലെ ഒരു സഭയിലെ ഒരു എന്താ നോർത്ത് ഇന്ത്യയിൽ പോയി സാധാരണ അധ്വാനിച്ച് ഒരു ജോലി ചെയ്ത് വരുന്ന ഒരാൾ വന്നാൽ, അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ജോലി ചെയ്ത് വരുന്ന ഒരാൾ വരുമ്പോൾ പാസ്റ്ററുടെ മുഖത്തുള്ള പ്രസാദം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. അതെങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഗ്ലോറിയുടെ വ്യത്യാസമാണ്. അത് ദൈവികമല്ലാത്ത ഒരു ഗ്ലോറിയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠരോ താഴെയുള്ളവരോ ആക്കുന്നത്. നമ്മുടെ സഭയിൽ പലപ്പോഴും പ്രാർത്ഥിക്കില്ലേ, നരേന്ദ്രമോദിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമിത് ഷായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോറിസ് ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരെല്ലാവരും വിശ്വാസികളായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം നരേന്ദ്രമോദി വിശ്വാസിയായാലും നമ്മുടെ അയൽവക്കത്തുള്ള മത്തായി ചേട്ടൻ വിശ്വാസിയായാലും ദൈവത്തിന് ഒരുപോലെ ഉള്ളല്ലേ. ദൈവിക മഹത്വം വെച്ച് നോക്കിയാൽ ഒരുപോലെ ഉള്ളൂ. ഒരു വ്യത്യാസവും ദൈവത്തിനില്ല. നമ്മൾ വിചാരിക്കും നരേന്ദ്രമോദി വിശ്വാസിയായാൽ ക്രിസ്ത്യാനിക്ക് ഭയങ്കര നേട്ടമായിരിക്കും. ഒരു നേട്ടം ഉണ്ടാകാനും പോകുന്നില്ല. ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ശല്യമായി മാറുകയുള്ളൂ. കാരണം ബാക്കി മതങ്ങളെല്ലാം ക്രിസ്തുവിനെ വെറുക്കും. ശരിക്കും നമ്മളൊരു ക്രിസ്തു രാജ്യമായിട്ട് ഇന്ത്യ മാറിയാൽ അനേകം ആളുകൾ നൊമിനൽ ക്രിസ്ത്യൻസായി മാറും, നാമധേയ ക്രിസ്ത്യാനികളായി മാറും. തന്നെ ക്രിസ്ത്യാനികളായി മാറാത്തവർ നമ്മുടെ ശത്രുക്കളായി മാറും. കാരണം എന്ത് പ്രവർത്തിക്കും ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. എനിക്കറിയാം ആന്ധ്രാപ്രദേശിലെ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ബ്രദറിലൊക്കെ ക്രിസ്ത്യൻ പ്രസംഗകനാണ്. പുള്ളിയുടെ പിതാവും സ്നാനപ്പെട്ട വിശ്വാസിയാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവരെല്ലാം അമ്മ എല്ലാം സ്നാനപ്പെട്ട വിശ്വാസികളാണ്. അദ്ദേഹം വന്ന ഉടനെ ഒരു തീരുമാനം എടുത്തു, എല്ലാ പാസ്റ്റർമാർക്കും 5000 രൂപ വെച്ച് മാസം കൊടുത്തേക്കാം. എല്ലാ രജിസ്റ്റേർഡ് പാസ്റ്റർമാർക്കും 5000 രൂപ വെച്ച്. ഞങ്ങളുടെ പല സഹോദരന്മാർക്കും അത് കിട്ടി. ഞങ്ങൾക്ക് അറിയാവുന്ന പല പാസ്റ്റേഴ്സിനും അത് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമെന്ന് നമുക്ക് തോന്നും അല്ലേ? എന്ത് നല്ല തീരുമാനം. പക്ഷേ അതൊരു കൗണ്ടർ ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു എതിർ ശക്തി ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും. കാരണം അവരും കൂടെ അടച്ച ടാക്സിൽ നിന്നാണ് ഇതെടുത്ത് പാസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ ഞങ്ങളുടെ പണം എന്തിനാണ് ഈ ക്രിസ്ത്യാനികളുടെ ഉപദേശിമാർ കൊടുക്കുന്നതെന്ന് അവരുടെ ഉള്ളിൽ വരുമ്പം അവർക്ക് ശത്രുത്വം ഉണ്ടാകുന്നത്. അവരെല്ലാം ക്രിസ്ത്യാനികളുടെ ശത്രുക്കളായി മാറുമോ? നമ്മുടെ ആഹാരം തട്ടിയെടുക്കുന്നവർ എന്ന് വരുമോ? അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെന്റ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അത് വലിയ അപകടം ചെയ്യുമായിരുന്നു. നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലാഭമാകുന്നു എന്ന് വിചാരിക്കരുത്. ലാഭമാകുന്നില്ല. അത് ശരിക്കും നമ്മളെ ഉദാസീനരാക്കുകയും നമ്മളെ ജഡത്തിൽ ആശ്രയിക്കുന്നവരാക്കുകയും അതുപോലെ ലോകത്തിലെ വൻ ജനക്കൂട്ടങ്ങളെ ക്രിസ്തുവിനെതിരായി തിരിക്കുകയും ചെയ്യും. ഇപ്പൊ അമേരിക്ക അതിനൊരു വലിയ എക്സാമ്പിളാണ്. അമേരിക്കയിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ മുഖം നഷ്ടപ്പെട്ടു പോയത് രാഷ്ട്രീയ സൈഡ് പക്ഷപാതം കാരണമാണ്. രാഷ്ട്രീയ പക്ഷപാതം എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് എവിടെയായാലും, ലോകത്ത് എവിടെയായാലും, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും, ഇതെല്ലാം ലോകസ്നേഹമാണ്. ഇതെല്ലാം ലോകസ്നേഹമാണ്. നമ്മൾ വിചാരിക്കുന്ന പണം വരുന്ന മാത്രമല്ല സഹോദരങ്ങളെ ലോകസ്നേഹം. ലോകസ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെതല്ലാത്ത വ്യവസ്ഥയിൽ ഈ ലോകം നന്നാകുമെന്ന് വിചാരിക്കരുത്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ അല്ലാതെ ഈ നാടിനെ നന്നാക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈവിൽ കുറയ്ക്കാൻ കഴിയില്ല. ഇവിടുത്തെ തിന്മകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇത് പിശാചിന്റെ കാലമാണ്. നമുക്ക് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അല്ലാതെ ഗവൺമെന്റിന്റെ ആയുധങ്ങളില്ല, ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഇല്ല, കുതിരകളിലും രഥത്തിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല ധർമ്മം നടപ്പാക്കാൻ. ക്രിസ്ത്യ വിശ്വാസം അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ അങ്ങനെ ഒരു വ്യവസ്ഥയുടെ ആളുകളെ അല്ല. അവർ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് എർത്ത്. അമേരിക്കയിൽ ഞാനിത് വളരെ വേദനയോടെ കണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് എടുത്ത ജനം എന്ത് സംഭവിച്ചു? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ജനം ഒന്നും ഇനി സഭ പറയുന്ന കേൾക്കില്ല. കാരണം സഭയെ ശത്രുക്കളായിട്ടേ കാണുള്ളൂ. പുതിയ ആളുകൾ, ഇമ്മിഗ്രൻസ്, എന്താ
ഹിസ്പാനിക്സ് അല്ലെങ്കിൽ ബ്ലാക്സ്, ഇവരാരും സഭയെ സ്വന്തമായിട്ട് കാണില്ല. ക്രിസ്തുവിന്റെ വിറ്റ്നസ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്തത്. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് വ്യവസ്ഥയിലൂടെയും നമുക്ക് ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല, ദൈവരാജ്യത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല, ധനമുണ്ടെങ്കിൽ കഴിയില്ല, ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കഴിയില്ല. ഇതൊന്നിനാലും ദൈവരാജ്യം സ്ഥാപിക്കാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നില്ലേ, പൈസ ഉണ്ടായിട്ട് വേണം സഹോദരങ്ങളെ കുറച്ച് വല്ലവർക്കൊക്കെ കൊടുക്കാൻ. നമ്മുടെ കയ്യിൽ മിഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയില്ല, ചില ആളുകളെങ്കിലും അമേരിക്കയിൽ നിന്ന് എവിടെയെങ്കിലും സ്പോൺസേഴ്സിനെ കണ്ടെത്തുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. സ്പോൺസേഴ്സിനെ കണ്ടെത്തി സ്പോൺസേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് ആ പണം മുഴുവൻ FCRAക്ക് വേണ്ടി ഓടി നടക്കുന്നു. അത് ഇത്. അപ്പം മിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം. അപ്പൊ കർത്താവിന്റെ വേല നടക്കണമെങ്കിൽ കർത്താവ് പോരാ, മാമോൻ വേണം. എന്ന് പറഞ്ഞാൽ മാമോനാണ് ഇന്ന് പണി നടത്തുന്നത്. മാമോൻ ഈ മാമോന്റെ ഇൻഫ്ലുവൻസ്, ലോകസ്നേഹം എങ്ങനെയാണ് നമ്മുടെ മിഷനെ മുഴുവൻ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ മുഴുവൻ, നമ്മുടെ സഭകളെ മുഴുവൻ എങ്ങനെയാണ് മാമോൻ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് ഇത് വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയത്? ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഫർ വന്നു അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അമേരിക്കയിൽ നിന്നല്ല, ഇവിടുത്തെ കേരളത്തിലെ ഒരു സംഘടനയാണ് അവര്. അപ്പൊ ഇവിടെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി. വർഷങ്ങൾക്ക് മുമ്പ് ഓഫർ എന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യാം, മന്ത്ലി സപ്പോർട്ട് അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. എനിക്ക് ഇങ്ങനെയുള്ള മന്ത്ലി സപ്പോർട്ട് പരിപാടികളിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാൾ എന്നെ നിർബന്ധിച്ചൊന്ന് പോയി ഇരിക്കുക, അവരെന്താ പറയുന്നത് കേൾക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ തള്ളി വിട്ടത്. അവിടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ചെന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ സംസാരിക്കുകയാണ്. ഒരു ബ്രദർ വേറെ ആൾ പറയാം, പണം ഉണ്ടാക്കുന്നത് എനിക്കൊരു ലഹരിയാണ്. മിഷൻ ബോർഡിൽ ഇരിക്കാൻ പോവാ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ അതിൽ കുഴപ്പമില്ല, കാരണം പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പുള്ളി മറ്റു പലർക്കും വേണ്ടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ പുള്ളി ധനം സമ്പാദിച്ച് ലഹരി അടിച്ച് ഈ കൈ കിടക്കുന്നതിനെ കുറിച്ചല്ല, പണത്തിന്റെ ലഹരി അല്ല. പുള്ളിയുടെ ജോലിയുടെ കാര്യമാണ് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാകാതെ അവരുടെ ആദായം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പുള്ളി പറയുന്നത്. ഫൈൻ, ഹീസ് എ ഗുഡ് പ്രൊഫഷണൽ, ഗുഡ് വർക്ക്. അപ്പോൾ അവരുടെ മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്നോട് പറഞ്ഞു, എന്താ നിങ്ങൾ ഞങ്ങളോട് ചേരുന്നോ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ സീനിയർ ലീഡറോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ മിഷൻ സംഘടനയിൽ ചേരാൻ എനിക്ക് താല്പര്യമില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് സംശയം ചോദിക്കാനുണ്ട്. ഈ മിഷൻ സംഘടനയിൽ ഞാൻ ചേരുമ്പോൾ നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ലെറ്റർ അയക്കുമല്ലോ? അതൊക്കെ അയക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെറ്റർ അയക്കാനുള്ള അതോറിറ്റി എന്താണ്? എന്നോട് ഇന്നത് ചെയ്യണം ഇന്ന സ്ഥലത്ത് നിന്ന് പറയാനുള്ള നിങ്ങളുടെ അതോറിറ്റി എന്താണ്? എന്താന്ന് പറയട്ടെ? പണം അയക്കുന്നുണ്ട് മാസം തോറും, അതാണ് അതോറിറ്റി. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പണം അയക്കുന്നവരെല്ലാം നിങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് തോന്നുന്നത്? നിങ്ങൾ മിഷണറിമാർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം നിങ്ങൾ പറയുന്നത് അനുസരിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണത്തെ യജമാനനാക്കി രാജാവാക്കി വെച്ചിരിക്കുമെന്ന് അർത്ഥം. പറയും ബ്രദറെ, ഒരു ഒതന്റിസിറ്റി വേണ്ടേ, ഒരു എന്താ പറയുന്നത് ഒരു ഇന്റഗ്രിറ്റി വേണ്ടേ? അതൊക്കെ ശരിയാ, ഇന്റഗ്രിറ്റി ഒക്കെ വേണം. വിശ്വാസമുള്ളവർക്ക് കൊടുത്താൽ മതി, ഇതിന്റെ പുറകെ പിന്നെ നടക്കരുത്. അവരാണ് വിഷനുള്ളവർ. നിങ്ങൾ അവരെ വിഷനുള്ളവരെ നിയന്ത്രിക്കുന്ന എങ്ങനെയാ? മാമോൻ നിങ്ങളുടെ കയ്യിലാണുണ്ട്. അപ്പൊ ഈ ഫീൽഡിലുള്ളവർ എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? നിങ്ങൾ സപ്പോർട്ട് നിർത്തി നോക്കി, ആരും അനുസരിക്കില്ല. പിന്നെ പറയാനും പറ്റില്ല. കാരണം ഇത്രയും നാൾ അവർ എന്തിനനുസരിച്ചോണ്ടിരുന്നറിയോ? നിങ്ങളെ അല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ പണത്തെ. You are making them disciples of Mammon, or followers or slaves of Mammon. Am I right? ശരിയാണോ? അപ്പൊ ലോകത്തിന്റെ വ്യവസ്ഥ കയറി വരുമ്പോഴേക്കും പ്രസ്ഥാനങ്ങൾ, അതിന്റെ ഓർഗനൈസേഷൻ, ചടങ്ങുകൾ, ഇതെല്ലാം ലോകമായിട്ട് മാറി. അതിൽ നമുക്ക് ഈ ലോകത്തിന്റെ സ്നേഹം നമ്മളെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സുവിശേഷ വേല തന്നെയാണ്. സുവിശേഷ പ്രസംഗങ്ങള്, ഇതെല്ലാം ലോകത്തിന്റെ വ്യാപാര ശക്തിയുടെ പ്രകടനങ്ങളാണ്. സാക് പുന്നൻ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ ഒരിക്കൽ പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, സാക് പുന്നൻ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ടീച്ചിങ്സിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും ഹി വാസ് എ പ്രോഫറ്റ് ഓഫ് ഗോഡ് ഇൻ മെനി വേസ്. അദ്ദേഹം എല്ലാ ടീച്ചിങ്സിനോടും നമുക്ക് എഗ്രി ചെയ്യാൻ പ്രയാസമുണ്ട്. എന്താണെന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് സമയമില്ല. ഓക്കെ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചിലെ മീറ്റിംഗ്സ് യേശുക്രിസ്തുവിന്റെ കാലത്ത് നടക്കുമായിരുന്നെങ്കിൽ എങ്ങനെ നടക്കുമായിരുന്നു? യേശുക്രിസ്തുവിന്റെ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ കട്ടൗട്ടുകൾ യെരുശലേമിലും ഗലീലയിലും എല്ലാം യേശുക്രിസ്തു നയിക്കുന്ന ഇവാഞ്ചലിക്കൽ ഹീലിംഗ് ക്രൂസൈഡ്, ബ്ലസ് ജെറുസലേം,
എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്രൂസൈഡ് വിചാരിച്ചു. ക്രൂസൈഡിന് റോഡിൽ മുഴുവൻ നല്ല സ്റ്റൈലായിട്ട് കോട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ. സാധാരണ ഫോട്ടോ എന്ന് വെച്ചാൽ മതിയാവില്ല, ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അവസാനം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കയ്യഫാസിനെയും അന്നാസിനെയും പീലാത്തോസിനെയും ഒക്കെ വിളിക്കും. കാരണം അവരുടെ പ്രമുഖരാണല്ലോ, അവിടുത്തെ പ്രമുഖരാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരാണ്. അവരെല്ലാം വിളിച്ച് യോഗം തുടങ്ങുകയാണ്. വൻ ജനക്കൂട്ടം ക്രൂസൈഡിൽ രോഗശാന്തി നടക്കുന്നത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ പത്രോസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. വളരെ തിരക്കുകളുടെ നടുവിലും പീലാത്തോസ് വന്ന് 5 മിനിറ്റ് നമ്മോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ഈ നല്ല മനസ്സിന് നന്ദി പറഞ്ഞു. അന്നാസും കയ്യഫാസും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആത്മാവിലല്ല, നമ്മുടെ മതത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും തിരക്കിട്ട ശുശ്രൂഷകളുടെ ഇടയിലാണ് ഇങ്ങനെ നമ്മുടെ പാവം യേശു ക്രിസ്തുവിന്റെ ഒരു മീറ്റിംഗ് എന്ന് കേട്ടപ്പോഴേക്കും ഓടിപ്പാഞ്ഞു വന്നു. അവരെ എല്ലാം നന്ദി പറയുന്നു. അപ്പൊ അവരെല്ലാം എഴുന്നേറ്റ് 5 മിനിറ്റ് പീലാത്തോസ് പറയുന്നു, ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ലോകത്ത് വേണം, അത് നമ്മുടെ നാടിനെ നന്നാക്കുന്ന കാര്യമാണ്. ഉടനെ അന്നാസും കയ്യപ്പാസും, ഇത് ദൈവം അയച്ചിട്ട് വന്ന ആളാണ്, നിങ്ങൾ എല്ലാവരും പറയുന്ന കേൾക്കണം, പുകഴ്ത്തി പറയുള്ളൂ. അത് യേശു ക്രിസ്തു പറയുന്നതിന് മുമ്പ് യൂദ എഴുന്നേറ്റ് വന്നിട്ട് പറയും, സാക്വന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടോ. യൂദ വന്നിട്ട് പറയും, നമ്മുടെ ഈ ക്രൂസൈഡിന് ഭയങ്കര ചെലവാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാര്യമായൊരു സംഭാവന അടുത്ത പാട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട്, അതിന്റെ ഏറ്റവും വലിയ നോട്ടിനോട് താല്പര്യം യൂദാക്കായിരിക്കുള്ളൂ, ഏറ്റവും വലിയ നോട്ട് തന്നെ എടുത്തിട്ട് ഇത് അനുഗ്രഹമാക്കി മാറ്റണം. നമ്മൾ വിശ്വാസ ജീവിതം പ്രസംഗിക്കുന്നെങ്കിലും ഈ മീറ്റിംഗ് നേരെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പൈസ ഇട്ട് ഈ മീറ്റിംഗ് ഉത്സാഹമായിട്ട് നടത്താൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയും. ഓഫർ എടുക്കും. പിന്നെ യേശു ക്രിസ്തു വന്നിട്ട് സ്റ്റേജിലോട്ട് വന്നിട്ട് പീലാത്തോസിനും കയ്യപ്പാസിനും അന്നാസിനും എല്ലാം നന്ദി പറയും. വന്നുകൂടി സ്വോത്രയച്ചിട്ട് എല്ലാവർക്കും നന്ദി പറയും. പിന്നെ പറയും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗലീലയിൽ സംസാരിച്ചപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നായിരുന്നു, ഞാൻ അവനെ സൗഖ്യമാക്കിയതാണ്, ഞാൻ ചില്ലറക്കാരനല്ല, എനിക്ക് ഭയങ്കര കഴിവുകളുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കഫർനഹൂമിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു ഭൂതബാധിതൻ സൗഖ്യം പ്രാപിച്ചതാണ്. ഇങ്ങനെ കഥകൾ പറയും, എൻ്റെ ഇല്ലസ്ട്രേഷൻ പറയും. അവസാനം ഒരു 15 മിനിറ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്റ്റേജിൽ നിന്ന് തന്നെ അന്നാസിന്റെയും കയ്യപ്പാസിന്റെയും പീലാത്തോസിന്റെയും കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടി അകത്തെ ഊണുമുറിയിലോട്ട് പോകും. എന്നിട്ട് പുള്ളി ഒരു ചോദ്യം ചോദിച്ചേക്കുക, ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് ക്രിസ്തു അല്ലല്ലോ? പുള്ളി പറയാം, നിങ്ങളുടെ സംശയം ശരിയാണ്, ഇത് ക്രിസ്തു അല്ല, ഇത് ലോകമാണ്, ഇത് യേശുക്രിസ്തു അല്ല. ആണോ? യേശുക്രിസ്തുവിനെ അങ്ങ് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ സഭ ശരിക്കും ഇന്ന് ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ്. ലോകസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. ഇപ്പം ലോകസ്നേഹം എന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും എല്ലാം നോക്കുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ സംഗതികൾ, അതിന്റെ വ്യാപാര ശക്തി, അതിന്റെ ബിസിനസ് പാർട്ട്, അത് മാർക്കറ്റിംഗ്. ഇപ്പൊ പ്രസംഗം മാർക്കറ്റബിളാ. ഇപ്പൊ എന്റെ പ്രസംഗങ്ങൾ തന്നെ യൂട്യൂബിൽ പല ചാനലുകളിലൂടെയും പൈസയും അതൊക്കെ അറിയാം. ഇത് ആരൊക്കെ ഇടുന്ന എവിടെയൊക്കെ പോകുന്നു അറിയുന്നേ ഇല്ല. എനിക്ക് യൂട്യൂബ് ചാനലുകളിലൊന്നുമില്ല. ഇത് ഒരു വലിയൊരു കൊമേഴ്സ്യൽ എന്റർപ്രൈസ് ആണ്, ലോകമാണ്, ബാബിലോണാണ് ഇവിടെ വാഴുന്നത്. ആ ലോകസ്നേഹം വ്യഭിചാരമാണ്. സഭ വ്യഭിചാര ദോഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ നോം ഓഫ് ലൈഫായി മാറിയിട്ടുണ്ട്. ദാറ്റ്സ് ദ നോം ഓഫ് ലൈഫ്. ഒരു 50 വർഷം മുമ്പ് ഒരു സുവിശേഷവേലയ്ക്ക് ഇറങ്ങി ധനവാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുമായിരുന്നു, അവൻ കർത്താവിന്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കിയവൻ കള്ളനാന്ന് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് പൈസ ഉണ്ടായില്ലെങ്കിൽ ആൾക്കാർ പറയും അവൻ എന്തോ വിടുതലിന്റെ പ്രോബ്ലം ഉണ്ട്. ഇത്രയും പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന എനിക്ക് ഡിപ്പോസിറ്റും ബാലൻസും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എന്നെ കാണുവാണ്, നിങ്ങൾ എന്തോ പറയുള്ളൂ, എന്തോ കാര്യമായൊരു വിടുതലും ഇല്ല. അവരെ എത്രയേ മിനിസ്റ്റർ ദൈവം കൊടുത്തിട്ട് അവർക്ക് ഒരു വിടുതലില്ല എന്നാ പറയുന്നത്. അങ്ങനെ പറയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകമയത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു വീടും ഇതെല്ലാം ഉണ്ടാകുന്നതിനെയാണ് ലോകമയത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആത്മീയത. അപ്പൊ സത്യം പറഞ്ഞാൽ യാക്കോബ് ഇത് പറയുമ്പോൾ ലോകസ്നേഹം എന്ന് പറഞ്ഞൊരു ഓപ്ഷനായിരുന്നു. പക്ഷെ ഇന്നതൊരു ബാധ്യതയാണ്. ഇന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രയാസം. കാരണം ഒരാൾ രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ അയാൾ സ്ട്രേഞ്ചറായി മാറുകയാണ്. ദ ഹോൾ സിസ്റ്റത്തോട് തന്നെ സ്ട്രേഞ്ചറായി മാറുകയാണ്. അപ്പോൾ ലോകസ്നേഹം എന്ന് പറയുന്നത് ഈ വ്യഭിചാരം, ആത്മീക വ്യഭിചാരം, ലോകത്തിന്റെ പ്രഭുവിനോട് കൂടി അവനെ ആകർഷിക്കുന്ന അവന്റെ മഹത്വങ്ങളോട് ഉള്ള നമ്മുടെ ആസക്തി, ഈ വ്യഭിചാരം ഇന്ന് വളരെ പ്രകടമായ ഒരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ സഭകളെ എല്ലാം വല്ലാതെ അതിന്റെ ആത്മീക ആരോഗ്യത്തെ ബാധിക്കുകയും ഭാഗ്യകരമായ ദിവ്യമായ പ്രത്യാശയിൽ നിന്ന്
നമ്മെ അകറ്റിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ 5 മിനിറ്റ് കിട്ടുവാണെങ്കിൽ ഈ ലോകമല്ല അതിനപ്പുറത്തുള്ള ഒരു തേജസ്സിലേക്ക് വിരൽ ചൂണ്ടുവാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പുൽപ്പിട്ട് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. വി നീഡ് ടു ലിഫ്റ്റ് അപ്പ് ഹിസ് ഗ്ലോറി. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബലവും ശക്തിയും ബഹുമാനവും പുകഴ്ചയും എന്നും, രാജ്യവും ശക്തിയും മഹത്വവും എന്നും കരയേറ്റപ്പെടുവാൻ യോഗ്യനവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുമ്മാ നമ്മൾ പറയുമ്പം അങ്ങനെ പറയാന്നുള്ളത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിലൂടെയും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയും മഹത്വം കർത്താവിന് മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയുള്ളതിനൊന്നും മഹത്വമോ ശക്തിയോ ബലമോ പുകഴാനുള്ള ഒന്നുമോ ഇല്ല എന്നാണ് ഈ ആരാധന പറയുന്നത്. ആരാധനയ്ക്ക് ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് അബൌട്ട് ഗോഡ്, നെഗറ്റീവ് സൈഡ് അബൌട്ട് എവറിഥിങ് എൽസ്. പോസിറ്റീവ്ലി, ഗോഡ് ഡിസേർവ്സ് എവറിഥിങ്, every glory, every accolade, every praise, and ascribing of strength. God deserves everything, but conversely, we don't deserve anything. And earthly glory amounts to nothing. When we say, "Oh Lord, I ascribe majesty to you," in other words, I am declaring I am ruling out anything in this world, ruling out anything as attractive in this world. So, worship, we accept the Lord's glory and reject what is offered by the world. That's the intelligent worship. നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെട്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിച്ച് നമ്മൾ ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരു യാഗം കഴിക്കുകയാണ് ജീവനുള്ള ആരാധന എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോക സ്നേഹമാണ്. നമ്മൾ upon closer examination we find that the world has penetrated all our thought processes and even church functions. നമ്മൾ മത്സരിച്ച് പാടുന്നത്, ഞാൻ ഇന്നലെ സംസാരിച്ചതാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് മാറുന്ന എല്ലാ കാര്യങ്ങളും ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. പിള്ളേർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, 1ാം സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതെ, അത് ദൈവത്തിന്റെ സന്തോഷമാണോ ലോകത്തിന്റെ സന്തോഷമാണോ സഹോദരൻ്റെ? അത് ലോകത്തിന്റെ സന്തോഷം. അത് ലോകത്തിന്റെ സന്തോഷം. we are making the മത്സരികൾ. Okay, they fight with one another, war with one another. Okay, ഇവിടെ പറയുന്ന കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, വേറെ സഹോദരന് മുകളിൽ ഉയർത്തരുത്. ആരുടെ പാട്ടാ നല്ലതെന്ന് ചോദിച്ചാൽ എന്റെ പാട്ടിനേക്കാൾ നല്ലത് എന്റെ സഹോദരന്റെ പാട്ടാന്നേ പറയാവുള്ളൂ. ഓ എന്റെ സഹോദരൻ പാടിയതല്ലേ ജഡ്ജെ കുറച്ചുകൂടെ നല്ലത്, അവനത് കൊടുത്തേക്ക് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? സഹോദരനെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണാൻ പറ്റും? അതോ ഭൂമിയിലെ വാല്യൂ വെച്ചിട്ടാണോ നമ്മൾ ഇതെല്ലാം അളക്കുന്നത്? അപ്പോൾ നമ്മൾ ലൈഫ് നോക്കിയാൽ, ചർച്ച് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലേക്കുള്ള പുള്ളിങ് ഭയങ്കര. കാരണം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇടയ്ക്ക് പണ്ട് ഒരു ഫാമിലി വരുമായിരുന്നു. അവര് ഹിന്ദു മാർഗത്തിന് വിശ്വാസം വന്നവരാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ ചർച്ച തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ പ്രെയർ മീറ്റിംഗ് ആയിട്ട് വന്ന സമയത്ത് അവർ ഞങ്ങളുടെ കൂടെ വരികയും, എന്നാൽ പിന്നീട് അവര് ഒരു അടുത്തുള്ള വേറൊരു ചർച്ചിലേക്ക് മാറുകയും ചെയ്യും. അപ്പോ ഒരു ദിവസം അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവര് വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസം വന്നപ്പോൾ ഇവർ ആഭരണം എടുക്കും. ഹിന്ദുസാണ്, ഭർത്താക്കന്മാർ വിശ്വാസം വന്നില്ല. ഇവർ താലിമാല പൊട്ടിച്ചു. വിശ്വാസത്തിന്റെ പേര് പാസ്റ്റർമാർ പറഞ്ഞു, താലിമാല ഇട്ടാൽ നിങ്ങൾ നരകത്തിൽ പോകും, ഇത് പൊട്ടിക്കണം എന്ന് പറഞ്ഞു പൊട്ടിച്ചു. ഭർത്താക്കന്മാര് 2 പേർക്കും ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. അപ്പം താലിമാല കെട്ടാന്ന് പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, ചുമ്മാ കിട്ടിയാൽ പോരാ, അത് പൂജിച്ച മാലയാണ്, ഇത് ഒന്നുകൂടെ അമ്പലത്തിൽ പൂജിച്ച് കെട്ടണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കിയാണ് ഉണ്ടായ പുലിവായി. ഒരാൾ ഡൈവോഴ്സ് ആയിപ്പോയി. മറ്റേ ആള് തിരിച്ചു ഭർത്താവിനോട് താമസിക്കാൻ, പുള്ളി ഒത്തിരി ഇടദോഷ ചിന്താഗതി ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് പുള്ളിക്ക് 2ാം പോയി പൂജിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും എല്ലാവരും വിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നത്, ഇവർ നല്ലപോലെ പാടുന്ന ഒരു സഹോദരിയാണ്. ഇവർ ചർച്ച ചെന്നപ്പം ഇവർ പാടുന്നു.
അപ്പൊ അവർക്ക് മനസ്സിലായി കോമ്പറ്റീഷൻ ഇവരെ കൊണ്ടുപോയാൽ യൂത്ത് മീറ്റിങ്ങിന് നമ്മുടെ ചർച്ചിൽ പ്രൈസ് അടിച്ചു മാറ്റാം. പാസ്റ്റർ ഇത് പറഞ്ഞു, നമ്മുടെ ചർച്ചിലെ അടുത്ത മീറ്റിങ്ങിന് ഇവര് ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിച്ചിട്ടുള്ളവരാ. ഇതിലും വലിയൊരു അസറ്റ് എന്താ ഉള്ളത്, സ്വർഗത്തിൽ പോയിട്ടും കുഴപ്പമില്ല, പ്രൈസ് അടിച്ചു മാറ്റാം. ഇവരോട് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും മത്സരിച്ച് പാടില്ല, കോമ്പറ്റീഷന് വരില്ല. ഭയങ്കര ദേഷ്യമായി, നിങ്ങൾ അമിത ആത്മീയം കളിക്കണമെന്ന് പറ്റും. ഇതൊക്കെ അതിഭക്തിയാണ്. So this competition has become a norm in our life. Fighting to win, fighting to defeat. പ്രിയ സഹോദരങ്ങളെ, ഭയത്തോടും വിറയലോടും ആരാധനയോടും കൂടി അല്ലാതെ ദൈവത്തിന്റെ ഗാനങ്ങളെ പാടരുത്. തമാശയ്ക്ക് വേണ്ടിയും അന്താക്ഷരി കളിക്കാൻ വേണ്ടിയും ആളുകൾക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ഒന്നും കർത്താവിനെ ആരാധിക്കുന്ന പാട്ടുകൾ പാടരുത്. അത് വിശുദ്ധമായ ആരാധനയ്ക്കും കർത്താവിനെ മഹത്വപ്പെടുത്താനും ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ലോകം പതുക്കെ പതുക്കെ നമ്മളെ സ്വാധീനിച്ച് ദൈവ ഭയമില്ലാത്തവരാക്കി നമ്മളെ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ അവസാനം കണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പം ഇനി 11-ാമത്തെ അധ്യായം വാക്യം തൊട്ട് പറയുന്ന പിന്നെ സഹോദരനെ വിധിക്കരുത്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരിക്കൽ കൂടി അത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെയും ദുഷിക്കുകയും ന്യായപ്രമാണത്തെയും വിധിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാ? നമ്മൾ സഹോദരനെ വിധിക്കുമ്പോൾ എങ്ങനെയാ ന്യായപ്രമാണത്തെ വിധിക്കും? കാരണം നമ്മൾ അനുഗമിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണ പ്രകാരം നമ്മൾ രക്ഷപ്പെടുന്നത് തന്നെ കരുണയാലാണ്. ഓക്കെ, അപ്പൊ കരുണയാലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരാളെ വിധിക്കുമ്പം നമ്മൾ ശരിക്കും ന്യായപ്രമാണത്തെയാണ് വിധിക്കുന്നത്. കാരണം ന്യായപ്രമാണം എന്താ പറയുന്നത്? കരുണ. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ വേറൊരു സഹോദരനെ ആ പ്രമാണം കൊടുക്കാതെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം അവനെ എത്തിക്കാതെ നമ്മൾ അക്ഷരങ്ങളാലുള്ള ഒരു പ്രമാണത്താൽ അവനെ വിധിക്കുമ്പോൾ നമ്മളെ രക്ഷിച്ച സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെ അബലമാക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നിന്ദിക്കുകയാണ്. നമ്മൾക്ക് ലഭിച്ച കൃപയെ അബ്യൂസ് ചെയ്യുകയാണെന്നാണ് യാക്കോബ് പറയുന്നത്. സോ യാക്കോബ് പ്രവൃത്തികളുടെ ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, പ്രവൃത്തികളുടെ എംഫസിസ് ആണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാലും, പ്രവൃത്തികൾ അനുസരിച്ചുള്ള ഒരു വിധി സഹോദരന് നേരെ പാസ് ചെയ്യുന്നതിനെ യാക്കോബ് അംഗീകരിക്കുന്നില്ല. കാരണം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഈ പ്രവൃത്തികളുടെ ഒരു സിസ്റ്റത്തിലൂടെയല്ല, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലൂടെ, കരുണയാലും കൃപയാലുമാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് പ്രവൃത്തികൾ വേണ്ട എന്നുള്ളതല്ല. പക്ഷെ പ്രവൃത്തികൾ വെച്ചല്ല ഒരു മനുഷ്യനെ നമ്മൾ വിധിക്കാൻ പാടില്ല. We need to be patient with him until he shows fruits of righteousness. ഓക്കെ, ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനല്ല. അപ്പൊ ന്യായപ്രമാണത്തെ ഞാൻ പറയാണ്, ഇവനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം നീതീകരിച്ചവനാണ്. ദൈവം നീതീകരിച്ചവൻ നമുക്ക് തൃപ്തനല്ല എന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ അർത്ഥം നമ്മൾ ന്യായപ്രമാണത്തെ വിധിക്കുന്നവനായി, ദൈവത്തിന്റെ പ്രമാണത്തെ വിധിക്കുന്നവനായിട്ട് നമ്മൾ വരും. കാരണം ന്യായപ്രമാണം പോരാന്നല്ലേ നമ്മൾ പറയുന്നത്. കർത്താവ് കൊണ്ട് കരുണ കാണിച്ചു, അത് നമ്മൾ അംഗീകരിക്കുന്നത്. കർത്താവ് കരുണ കാണിച്ചാലും പണ്ട് കാലത്ത് ഇങ്ങനെ ഹിന്ദുക്കൾ പറയുമായിരുന്നു, ദൈവം പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കില്ല എന്ന് പറയുമായിരുന്നു. അതുപോലെ ദൈവം കരുണ കാണിച്ചാലും മനുഷ്യൻ കരുണ കാണിക്കില്ല. പ്രമാണത്തോട് നമ്മൾ എതിര് നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് യാക്കോബ് പറയുന്നത്. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിക്കാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിക്കുവാൻ നീ ആരുമല്ല. വി കനോട്ട് കണ്ടം ഓർ ജഡ്ജ് എനിവൺ. നമ്മൾ ചിലപ്പോൾ പറയും, അവൻ രക്ഷിക്കപ്പെട്ടതാണോ? എനിക്ക് ചിലരെ കുറിച്ച് ഭയങ്കര സംശയം ഉണ്ടായിട്ടുണ്ട്. മാനസാന്തരമില്ലാത്ത പാപം ചെയ്യുക, മിക്കപ്പോഴും തോന്നാതിരിക്കുക, വേറൊരാളുടെ എമ്പതി തോന്നാതിരിക്കുക. ഇപ്പൊ വേറൊരാൾ ഭയങ്കര സങ്കടത്തിലും ബ്രോക്കണാണ്, ഒന്നും തോന്നില്ല. വീട്ടിൽ ജനിച്ച ഒരാൾക്ക് എങ്ങനെ ആകാൻ പറ്റില്ല. വേറൊരാളുടെ സങ്കടത്തിനകത്ത് നമുക്ക് എമ്പത് തോന്നും, കാരണം കർത്താവിന് അങ്ങോട്ട് മനസ്സുണ്ടായിരുന്നില്ല.
പിണക്കമുള്ളവരായിരിക്കുക, അടുപ്പം കാണിക്കാതിരിക്കുക, വാത്സല്യമില്ലാത്തവരായിരിക്കുക. അത് തുടർച്ചയായിട്ട് അങ്ങനെ ആയിരിക്കുക. അപ്പൊ അത് നമുക്ക് പലപ്പോഴും സംശയം, ഇവൻ രക്ഷിക്കപ്പെട്ടവനെയാണോ ആണോ എന്ന് ചോദിച്ച് നിർത്തിക്കണം. ആണ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. വിധി പറയാൻ പാടില്ല. വിധി ന്യായകർത്താവ് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ അത് അറിയുള്ളൂ. സോ വി കനോട്ട് ജഡ്ജ് വെദർ സമ്മൺ വുഡ് ഗോ ടു ഹെവൻ ഓർ ഹെൽ. ആ പരിപാടി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ സഹോദരൻ ഒരു കാരണവശാലും വിധിക്കരുത്. നമ്മൾ പ്രവൃത്തികൾ നോക്കി ആളുകളെ വിധിക്കുവാണെങ്കിൽ നമ്മളെയും പ്രവൃത്തികളെ നോക്കി കർത്താവ് വിധിക്കും. ഒരാൾ പോലും കർത്താവിൻ്റെ അടുത്ത് കരുണ പ്രാപിക്കില്ല. ഓക്കെ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാൻ നീയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം, അത് കുറച്ചുകൂടി എളുപ്പമായി. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ വന്നു 3-4 വർഷം മുമ്പ്. ഞങ്ങൾ ഈ സഭ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളുടെ കൂടെ വന്നു. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, അദ്ദേഹം വന്ന് സഭ തകർക്കും. പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാണ് പുള്ളി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ആൾ പറ്റിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റിക്കില്ല. തന്നെയുമല്ല, കർത്താവിന്റെ അടുത്ത് ഏത് ദുർഘട സ്വഭാവമുള്ളവനും വരാം. കർത്താവിന് ആരെയും പേടിയില്ല. അപ്പൊ ആൾ പറഞ്ഞു അവൻ വേറെ വൈകൃതങ്ങളുള്ളവനാണ്, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, അങ്ങനെ. ഞാൻ പറഞ്ഞു പറ്റിച്ചിട്ട് പോവും, മോഷ്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും, അവരുടെ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു പരിജ്ഞാനത്തെ കവിയുന്നൊരു സ്നേഹമുണ്ട്. ലോകത്തിന്റെ പരിജ്ഞാനം പറയും ഡേഞ്ചറസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ല, പരിജ്ഞാനത്തെ കവിയുന്നൊരു സ്നേഹത്തെയാണ് കർത്താവ് എന്നെ സ്നേഹിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തു വന്നാലും കർത്താവ് ഏൽപ്പിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പുള്ളി ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇട്ടുപോയി, മുമ്പോട്ട് പോയില്ല. സഭയിൽ വരുന്ന നിർത്തി, ആഘോഷമായി പിന്നെ കള്ളുകൂടിയിലേക്കും ഇതിലേക്കും തിരിഞ്ഞു, വിളിച്ചാൽ വരാതെയായി, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കുകയും ചെയ്തു. പക്ഷെ എഗെയിൻ ദൈവം നമ്മോട് പറയുന്ന അവൻ നന്നാവൂല ബ്രദറെ എന്ന് പറയാൻ പറ്റും. അവൻ നന്നാവൂല ബ്രദറെ എന്ന് പറയാൻ അവകാശം നമുക്കില്ല. അവൻ പിന്നെയും വന്നാൽ എന്ത് ചെയ്യണം? പിന്നെ സ്വീകരിക്കും. പിന്നെയും വന്നു. എത്രയോ 2 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും വന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇത്രയും നാളത്തെ ജീവിതത്തിനുള്ളിൽ യേശു ക്രിസ്തുവിന്റെ സമാധാനം ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ദൈവത്തോട്. എല്ലാ ദിവസവും മെസ്സേജ് അങ്ങനെ അയക്കുന്നു. ചേഞ്ച്ഡ് എ ലോട്ട്. ഒരു മനുഷ്യനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇടയന്റെ പണി. until that person is found. അപ്പൊ അവന് എന്ത് കാണിച്ചാലും നമുക്ക് പ്രശ്നമില്ല. we will not judge him. നമ്മളവനെ ജഡ്ജ് ചെയ്താല് ഞാൻ ക്രിസ്തുവിന്റെ ന്യായപ്രമാണ പ്രകാരമുള്ള ആളല്ല. മനസ്സിലായില്ല പരിപാടി ഒന്നും. ഇതാണ്, ഞാൻ അവനെ ജഡ്ജ് ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടുന്നില്ല, അവൻ തീർന്നു. that word will come as a judgment against me. I need to be patient until that man sees the Lord, experiences the Lord. ഒരു സഹോദരനെ നമ്മൾ വിട്ടുകളയരുത്. ഒരാൾ പോലും നമ്മളിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകരുത്. നമ്മുടെ ക്ഷമ നശിച്ചു പോകരുത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. സഹോദരനെ കൈവിടരുത്. എനിക്കങ്ങനെ പല എക്സ്പീരിയൻസസ് ഉണ്ട്. ഞാനിപ്പോ ഈ സഹോദരന്റെ കാര്യം പറഞ്ഞില്ല. എന്നെ ആരാ ഇത് പഠിപ്പിച്ചെന്നറിയോ? എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ ഓങ്കോളിലുള്ള സഭയിൽ ഒരു സഹോദരനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാര്യം. പാപിക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ. ഒരു ദിവസം ഞങ്ങളുടെ ഓങ്കോളിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു പ്രൊഫസറാണ് കോളേജിലെ. അപ്പൊ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പം എതിരെ യങ് മാൻ, മച്ച് യങ്ങർ ദാൻ മീ, അറ്റ് ദാറ്റ് ടൈം വാസ് ഓൺലി 25. അദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജിലെ ഒരു പയ്യൻ എതിരെ വരുന്നു റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അവനോട് ചോദിച്ചു, നീ എന്താണ്
ഇങ്ങനെ എവിടെ പോയ നിന്റെ മുടിയെല്ലാം എന്താ ഇങ്ങനെ, നീ വളരെ ഷാബി ആയിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ, നീ ഇപ്പൊ കോളേജിൽ വരുന്നില്ല, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, സാറേ എനിക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ, അവളിപ്പോ കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ നഷ്ടപ്പെട്ടതിന്റെ വേദന കാരണം ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. ആലോചിച്ച് നോക്കണം, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്ന ഭ്രാന്ത്. അപ്പൊ ഈ സാറ് ചോദിച്ചു, നീ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് വരുവാണല്ലോ, ചാടി ചത്തോ? അപ്പൊ ചാടാതെ രക്ഷപ്പെട്ടോ, എന്താ സംഭവിച്ചത്? അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ചാടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, അവൻ എങ്ങാണ്ട് പോകാൻ വേണ്ടി കയറുക. അപ്പോൾ ട്രെയിനിനകത്ത് നിൽക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇപ്പൊ ചെന്നാൽ ഇത് ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി നടപ്പുണ്ട്, നമ്മുടെ പഴയ ടീമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഇവൻ ചാകുന്നതിന് മുമ്പ് ആ ക്രിക്കറ്റ് കളി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അത് കാണാൻ വേണ്ടി അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഈ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ നമുക്ക് ഇവനെ നമ്മുടെ ചർച്ചിൽ താമസിപ്പിച്ചാലോ? കാരണം ചർച്ച് എന്ന് പറഞ്ഞൊരു വീട് വാടകയ്ക്ക് എടുത്തേക്കാം. ആ വീടാ ചർച്ച്, അതിന്റെ ഹോളാണ് ചർച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, അവിടെ ആരും താമസിക്കുന്നില്ല. അപ്പൊ ഇവനെ 1,00,000 മേളിൽ രൂപ കൊടുത്ത് അവന് വീണ്ടും കോളേജിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ കോൺട്രോൾ ചെയ്യാനുള്ള ഫീസ് എല്ലാം അടച്ചു. ആലോചിക്കണം, ഒരു 9% ഇല്ല. ഇതിന് പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു, പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവന് സപ്പോർട്ടായിട്ട് വേറൊരു പയ്യനെ കൂടെ ഇതേ കോഴ്സിന് പഠിക്കുന്ന വേറൊരു പയ്യനെ അവന്റെ കൂടെ താമസിപ്പിച്ചു. ഇവരുടെ എല്ലാം ചെലവ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പഠിക്കാനുള്ള ചെലവ് അത് ഈ സഹോദരന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ ചെറിയ തോതിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, പക്ഷേ നോട്ട് വെൽ പെയ്ഡ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ കൂടി ഇത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നന്നാവുന്ന ഒരു ലക്ഷണം കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇവൻ ഭയങ്കര തല്ലിപ്പൊളിയായി മാറിക്കൊണ്ടിരിക്കുക. രാത്രി 1 മണിക്ക് വന്ന് കയറുന്നു, ബഹളം വയ്ക്കുന്നു, അയൽവക്കാരെല്ലാം കംപ്ലൈന്റ് ആയി, സമാധാനം ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി വന്ന് ഗേറ്റ് തുറക്കുന്നു, അതാ ഇതാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ സാറിനോട് പറഞ്ഞു, സാറിനല്ല ഞാൻ പേരെ വിളിക്കുന്നത്, നമുക്കൊരു കാര്യം തരാം, ഇവൻ നമുക്ക് അവിടെ നിന്ന് മാറ്റി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാം, എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് ഈ ചർച്ചിനൊരു പേരുദോഷമായി മാറുമല്ലോ, അവിടെ നമ്മൾ ഇറക്കി വിട്ട എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ഈ സഹോദരനോട് പറഞ്ഞു, അന്നാ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടുകയില്ല, കാരണം ദൈവമാണ് അവൻ എനിക്ക് തന്നത്, അതുകൊണ്ട് എൻ്റെ ജീവനാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത്ര ഉറപ്പ് ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഞാനും കൊണ്ടുപോയി, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ട്രൈ ചെയ്യാം. എന്ത് സംഭവിച്ചെന്നറിയാം, ഇവനൊന്നും പഠിക്കില്ല, രാത്രി എല്ലാം ചുമടി ഒന്നും നടക്കും. രാവിലെ പോയി ഇവൻ എക്സാം പോയി എഴുതി, എക്സാമിന്റെ തലേദിവസം എക്സാം പോയി എഴുതി, ഇവനൊന്നും എഴുതാൻ അറിയത്തില്ല. ഇവൻ രജിസ്റ്റർ നമ്പറും സബ്ജക്റ്റിന്റെ പേരും 1 എന്നുള്ള ചോദ്യത്തിന് നമ്പറും മാത്രം ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഇറങ്ങി പോകുന്നു. ഇത്രയും മാത്രം പേപ്പർ എഴുതിയിട്ടു. റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിക്കും. ഒരു പിടി കിട്ടുന്നില്ല എങ്ങനെ ജയിച്ചു. അതായത് പേപ്പറിൽ ഒരു വകയില്ല, എങ്ങനെ ജയിച്ചു എന്ന് അറിയാം. ഇവൻ ഓടിപ്പാഞ്ഞ് സൈക്കിളിന് എന്റെ വീട്ടിൽ വന്നിട്ട് പറയാം, അണ്ണാ ഞാൻ ജയിച്ചു, ഞാൻ ഒരൊറ്റ അക്ഷരം പോലും എഴുതിയില്ലായിരുന്നു, ദൈവം ജീവിക്കുന്നുണ്ടെന്നാ. ഞാൻ പറഞ്ഞു, നിന്നെ പോലെയുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത കള്ളന്മാർക്ക് ചുമ്മാ മാർക്കിട്ട് കൊടുക്കാൻ വേണ്ടി ആണോ ദൈവം ഇരിക്കുന്നത്? അപ്പം പഠിച്ചെഴുതി തോറ്റുപോയ പിള്ളേരെ എല്ലാം ദൈവം അനീതി കാണിക്കുമല്ലേ? ഏതോ കള്ളുകുടിയൻ തല തിരിഞ്ഞ് വാലി ചെയ്ത് ചാരി ചെയ്തിട്ട് കയറ്റി വിട്ടതാ, എങ്ങനെ വന്നെന്ന് അറിയാമേ. അപ്പൊ പുള്ളി പറഞ്ഞു, ദൈവം വിചാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ നടക്കൂലെന്നാ, എനിക്ക് ഉറപ്പാ ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ ദൈവം നീതിമാനും കൂടെയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ദൈവം ഉണ്ടെന്ന് നിനക്ക് ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നീ പഠിച്ച് ഈ പരീക്ഷ ഒന്നുകൂടെ എഴുതണം. ഈ പരീക്ഷ ഒന്നുകൂടെ എഴുതി എല്ലാ പരീക്ഷയ്ക്കും നീ പാസ്സായി കഴിയും, അധ്വാനിക്കും. അവൻ അതങ്ങ് ഏറ്റെടുത്തു, പഠിച്ച് 80% മാർക്കോടെ സപ്ലിമെന്ററി ഒന്നും ഇല്ലാതെ പാസ്സായി. വിശ്വാസിയായി സ്നാനപ്പെട്ടു. അവന്റെ വില്ലേജിൽ അനേക യൗവനക്കാരെ അവൻ വിശ്വാസത്തിൽ കൊണ്ടു. അവിടെ ഇപ്പോഴും മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് അവരുടെ വില്ലേജില്. അവൻ MSc കഴിഞ്ഞ്
അവനൊരു കോളേജിൽ പഠിപ്പിക്കേണ്ടി വരും. ഞാൻ അന്ന് അവനെ വിട്ടായിരുന്നെങ്കിൽ, ഞാൻ അവന് വേണ്ടി ഒരു വിധി പ്രസ്താവിച്ചു, ഇവൻ നന്നാവില്ല, ഇവനെ മാറ്റിയേക്കാം. ആ വിധി ആ പാവം സഹോദരൻ ഏറ്റെടുത്ത് ശരിയാണ് എന്നാ വിട്ടേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അവസാനം വരെ നമ്മൾ നമ്മുടെ ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും നമ്മുടെ ചുറ്റുമുള്ളവരോടും സഭയിൽ വരുന്നവരോടും നമ്മൾ മരിക്കുന്ന വരെ അവരോട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കരുണയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാണ് തെളിയിക്കുന്നത്. അതിൽ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് അവൻ ശരിയല്ല കേട്ടോ, നന്നാവില്ല നിങ്ങളുടെ വായിൽ വരുമ്പോൾ നിങ്ങളുടെ ന്യായപ്രമാണത്തിനെതിരെ കയറി നിൽക്കുക. എത്ര സൂക്ഷിക്കണമെന്നറിയുക. നമ്മുടെ വായിൽ നിന്ന് ഒരു സഹോദരനെതിരെ ഒരു ദൂഷണവാക്കോ ഒരു ന്യായവിധിയുടെ വാക്കോ ഉണ്ടാകാൻ പാടില്ല. ഗോഡ് ഹേറ്റ്സ് ദാറ്റ്, ബിക്കോസ് 10,000 ക്ഷമിച്ച് കിട്ടിയവനാണ്. എന്നോട് കർത്താവ് എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം, നിന്നെപ്പോലൊരു പാവിയെ ഞാൻ കൈകാര്യം ചെയ്തിട്ടേ ഇല്ല. ഇത് ആത്മാവ് എന്നോട് പറയുന്ന കേട്ടോ. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ പറയുമായിരിക്കും, ഞാനിത് ചുമ്മാ പറയുന്നതല്ല. ബിക്കോസ് ഐ ഫീൽ ബ്രോക്കൺ വെനെവർ ഐ കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ 10,000 ക്ഷമിച്ച് കിട്ടിയത്. നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ലല്ലോ, എന്നെ കാണുന്ന എന്നെയല്ലേ അറിയുള്ളൂ. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരം പാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. And God forgave me a huge burden of sin. And if I cannot forgive another person who has committed much less, അവന് ചിലപ്പം ചെയ്തിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ അതൊക്കെ അവനും ദൈവമായിട്ട് എനിക്കറിയില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ പാവം ഞാൻ തന്നെയാണ്. ബിക്കോസ് ഐ നോ മീ. ഓരോരുത്തർ നോക്കുമ്പോഴും ദ ബിഗ്ഗസ്റ്റ് വർസ്റ്റ് സിന്നർ പോസിബിൾ എന്ന് പറയുന്ന ആൾ തന്നെ ആയിരിക്കും. കർത്താവിന്റെ പ്രസൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഏതവനും എന്നെക്കാളും ഭേദമാണ്. And when I look at that first brother, first son who came to our home, I was telling about him. നമ്മുടെ ചർച്ച വന്നിട്ട് തിരിഞ്ഞു പോയി പിന്നെ വന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കുമ്പോൾ അവനേക്കാളും എത്രയോ മോശമാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം നമ്മൾ കർത്താവിന്റെ മുമ്പിൽ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്. That means we are under grace, and that means we are under the law of liberty, and we show mercy to everyone, and we empathize with everyone. ആ ഒരു എമ്പതിയാണ് നമ്മെ ക്രിസ്തുവിന്റെ ദാസന്മാരും ശുശ്രൂഷകരുമാക്കി മാറ്റുന്നത്. And we cannot get tired of doing it. ഓക്കെ, അപ്പോൾ വിധിക്കരുത് എന്നുള്ളത് ഒരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. ആ വിധിക്കരുത് എന്നുള്ളത് എത്ര ആഴമുള്ള ഒരു കാര്യമാണ്. പക്ഷെ വിവേചിക്കണം കേട്ടോ. വിധിക്കരുതെന്ന് പറഞ്ഞിട്ട് വിവേചിക്കാതിരിക്കരുത്. നിങ്ങളുടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാലാണോ സംസാരിക്കുന്നത്, ലോകത്തിന്റെ ആത്മാവാണോ, ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണോ എന്ന് നിങ്ങൾ വിവേചിച്ചേ പറ്റുള്ളൂ. അത് ആത്മാവിന്റെ ഒരു ഫംഗ്ഷനാണ് വിവേചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കാർഡിനൽ ട്രൂത്ത്സിന് വെളിയിലേക്ക് വരുന്ന ഉപദേശങ്ങളെ നമ്മൾ വിവേചിക്കുക തന്നെ വേണം. ഓക്കെ, വിവേചിക്കുന്ന അതും അക്കാര്യത്തിൽ നമ്മൾ റൂത്ത്ലെസ് തന്നെയായിരിക്കും. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാളെ പകുതിക്കൽ വെച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തിക്കോ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. പുൾപിറ്റിൽ നിന്ന് ഗസ്റ്റായിട്ട് പ്രസംഗിച്ചു വന്നപ്പോൾ ഇറ്റ് വാസ് ഹെററ്റിക്കൽ. He said Mary and Holy Spirit had a sexual relationship. Means two gametes, male gamete from the Holy Spirit and female gamete from Mary together brought forth Christ. ഞാൻ പറഞ്ഞു പരിപാടി നിർത്തിക്കോ ഇറങ്ങിക്കോ. വചനം ജഡമായി തീർന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങുന്നതാണ് നല്ലത്. അധിക പ്രസംഗം അവിടെ ആവശ്യമില്ല. ബിക്കോസ് ഗോഡ് ഡസ് നോട്ട് ടോളറേറ്റ് സച്ച് തിങ്സ് ഓൺ ദ പുൾപിറ്റ്. പക്ഷെ അയാളെ കൈവിടാൻ പാടില്ല. ഞാൻ പിന്നാലെ ചെന്നു ഇറക്കി വിട്ടിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ ഡോക്ട്രിൻസിന്റെ ഒരു പുസ്തകം അയച്ചു കൊടുത്തു. ബിഫോർ യു എൻറ്റർ എനി പുൾപിറ്റ്, റീഡ് ദിസ് ബുക്ക്. അറ്റ്ലീസ്റ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇവാഞ്ചലിക്കൽ, പെൻഡക്കോസ്റ്റൽ, റിഫോംഡ് ചർച്ചസ് ബിലീവ് ഓൾ ഓവർ ദ വേൾഡ്. കാർഡിനൽ ഡോക്ട്രിൻസ് എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഇനി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു സമ്മറി അയച്ചു കൊടുത്തു. So we discern, but we don't judge. We guard our church, but we don't condemn and throw people into hell. Okay.
അപ്പോൾ യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ അല്ലെ, എത്ര റിച്ച് ആണല്ലേ ഇത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓരോ സൈഡിലൂടെ ഇങ്ങനെ യാക്കോബ് ടച്ച് ചെയ്ത് അയൽവക്കങ്ങള്, ബന്ധങ്ങള്, സഭ, എല്ലാറ്റിലും ഈ വിശ്വാസത്തിന്റെ സ്ഥിരത പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു മനുഷ്യനോട് നമ്മൾ സ്നേഹം കാണിക്കുന്നു, മിനിസ്റ്റർ ചെയ്യുന്നുവെങ്കിൽ അത് സ്ഥിരമാണ്, കണ്ടിന്യൂസ് ആണ്, ഇടയ്ക്ക് വേവർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഗോഡ് ഡസ് നോട്ട് വേവർ, ഗോഡ് ഡസ് നോട്ട് സ്ലീപ്. ഓക്കെ, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയുമായി ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാൻ നശിപ്പാൻ ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ. 13 മുതൽ 17 വരെയുള്ള ഈ കാര്യങ്ങൾ നാവ് കൊണ്ട് പറയുന്ന വമ്പിനെ കുറിച്ചാണ്. വിശ്വാസം, ഇത് നാവല്ലേ, പിന്നെ നാവിനെ കുറിച്ച് വന്ന കണ്ടോ. വിശ്വാസം എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പാണല്ലോ, ആണോ? ഉറപ്പാണ്. പക്ഷെ ഈ വിശ്വാസം ഏറ്റവും ഉറപ്പെന്ന് പറയുന്ന വിശ്വാസത്തിനകത്തുള്ള ഒരു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് ഒന്നും ഉറപ്പല്ല എന്നുള്ളതാണ്. അൺപ്രഡിക്റ്റബിൾ. നാളെ ഇത് സംഭവിക്കുന്ന അറിയില്ല, അറിയേണ്ട കാര്യമില്ല. അതാണ് ഫെയ്ത്തിന്റെ ഉറപ്പ്. പ്രവാചകൻ വന്ന് നാളെ വിടുതൽ കിട്ടുമോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വിടുതൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നാണ് ഞങ്ങൾക്ക് ഒരു വിടുതൽ വരുന്നത് എന്ന് വൈബ്രേഷനോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് അറിഞ്ഞില്ലേലും ഒന്നുമില്ല. കാരണം നമ്മൾ കർത്താവിന്റെ കയ്യിലായിരിക്കും. വിടുതൽ നോക്കിയിരിക്കേണ്ടതായിട്ടില്ല, കർത്താവിനെ നോക്കിയിരുന്നാൽ മതി. ഈ കർത്താവിന്റെ കയ്യിലിരിക്കുന്നവന് നാളെ എന്ത് സംഭവിക്കുന്നു, എന്തിനാ ഇത്ര ആൻസൈറ്റി? എന്ത് സംഭവിച്ചാൽ എന്താ? അപ്പൊ നിങ്ങൾ പറയുക, പാസ്റ്ററിന് ഒരു പേടിയും ഇല്ലേ നാളെ? പിന്നെ പേടിയില്ലെന്നല്ല, പക്ഷെ വിശ്വാസം നമ്മളോട് പറയുന്നത് ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്ന്. നമുക്ക് മാനസികമായ ഭയങ്ങളുണ്ട്. പൗലോസിന് എത്ര പ്രാവശ്യം പ്രാണഭയത്തിലായി. ഞാൻ വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്ന് ഉത്കടമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചുമ്മാ പറയുന്നല്ല. I plead with the Lord, oh Lord, don't allow me to spend even one day if I have no business here. നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നാളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഒറ്റ ദിവസം പോലും എൻ്റെ ലൈഫ് ഇവിടെ സ്ട്രെച്ച് ആകരുതെന്ന് ഉത്കടമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. Because I don't want to end as someone who is worthless for the Lord. അപ്പൊ നമ്മുടെ ശുശ്രൂഷയും ജീവിതവും ഒരുപോലെ തീരുന്നതാണ് നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. വി ഡോണ്ട് നീഡ് ടു നോ, വി ഡോണ്ട് നോ. കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നത്, എന്നാ നീ വരുന്നത്? അറിയണ്ട. ലെറ്റ് ദാറ്റ് ബി അൺപ്രഡിക്റ്റബിൾ. നിങ്ങൾ എന്നാലും ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? കർത്താവ്, ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് കാത്തിരുന്നോ. ഡേറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ, ടൈം ഈസ് അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, അപ്പോൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിക്കും. അങ്ങനെ പോലും പറയാൻ പാടില്ല. അതായത് ഫെയ്ത്ത് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഗ്ലോറിയസ് അൺസർട്ടനിറ്റീസ്. അത്ഭുതകരമായ അനിശ്ചിതത്വത്തിന്റെ അടയാളമാണ് അനിശ്ചിതത്വമാണ് വിശ്വാസത്തിന്റെ അടയാളം. കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നുള്ള യാതൊരു ഉത്കണ്ഠയും നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. ബിക്കോസ് we have a promise that's sown to us and no one can take that promise away. അപ്പൊ നമുക്ക് ഇന്നത് നാളെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നുള്ളതോ നമുക്ക് പ്രസക്തമല്ല. എങ്കിലും നമ്മൾ പലപ്പോഴും ആലോചിക്കണം കേട്ടോ. ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് കാത്തിരിക്കുന്നതിന് നോക്കാറുണ്ട്. ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നു, ബന്ധുക്കളോ സ്വന്തക്കാരോ സഹോദരങ്ങളോ ആരെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയും വന്നില്ലല്ലോ, നാളെ ഇന്ന് അടുത്ത ദിവസം ഇവിടെ കാണുമായിരിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിക്കും അല്ലെ? അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്ത് പോകുമ്പം അങ്ങനെ ആലോചിക്കാറുണ്ട്, നാളെ ഇവിടെ സമയത്ത് അവിടെ ആയിരിക്കുമല്ലോ. സോ വിത്ത് ജോയ് തിങ്ക് അബൌട്ട് സച്ച് ന്യൂ പോസിബിലിറ്റീസ്.
ഇനി അങ്ങനെയൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് യാതൊരു സങ്കടവുമില്ല. ബിക്കോസ് ദ ലോർഡ് ഡിറ്റർമിൻസ് എവറിത്തിങ്. ഓക്കെ, സോ എപ്പോൾ കോവിഡ് തീരുമായിരിക്കും? പക്ഷെ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ കൈക്കകത്താണ്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ലോകം മുഴുവൻ മറിഞ്ഞു പോയാലും അവൻ്റെ വാഗ്ദത്വം മാത്രം എങ്ങോട്ടും മറിയുകയില്ല. ആൻഡ് ദാറ്റ് വിൽ ബി എ ഷുവർ ആൻഡ് സർട്ടൻ പ്രോമിസ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാണ്. ആലോചിച്ച്. അപ്പം ലോകത്തിന്റെ എല്ലാ അവയവങ്ങളോടും മരിച്ച ഒരവസ്ഥയിലാണ് ഒരു വിശ്വാസി എപ്പോഴും കാണപ്പെടുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി 5 മുതലുള്ള 5-ാം അധ്യായത്തില് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതെല്ലാ വാക്യങ്ങളും പറയുന്നില്ല. പക്ഷെ അവിടെ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് ധനവാന്മാരെ കുറിച്ചാണ്. അപ്പൊ യാക്കോബിന്റെ മുഴുവൻ കാര്യങ്ങളും മാറി മറിഞ്ഞും വരുന്നത് എന്തൊക്കെയാണ്? ലോകം, അതിന്റെ ധനം, ധനത്തിൽ പുകഴുന്നവർ, നാവിനെ മോശമായി ഉപയോഗിക്കുന്ന സഹോദരനെ വിധിക്കുന്നവർ. ഓക്കെ, സഹോദരനോടുള്ള മനോഭാവം, ലോകത്തോടുള്ള ധനത്തോടുള്ള മനോഭാവം, ഇത് രണ്ടുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്ത് യാക്കോബ് നമ്മോട് പറയുന്നത് കാണാം. അപ്പോൾ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. എപ്പോഴാണ് സംഭവിച്ചത്? നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച കറ നിങ്ങൾക്ക് നേരെ സാക്ഷിയാകും. കറ എങ്ങനെ സാക്ഷിയാകുന്നു? എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എങ്ങനെ ഇത് കറ പിടിക്കുന്നത്? പൊന്നിനകത്ത് കറ പിടിക്കണമെങ്കിൽ എത്ര നാൾ എടുക്കുമായിരിക്കും? ഇതെല്ലാം ഭണ്ഡാരമായി കെട്ടി അകത്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ ചെലവായി പോവുകയാണെങ്കിൽ കറ പിടിക്കുമല്ലോ അത്രയും, ഇല്ലേ? ഇതെല്ലാം ഒരു സ്വർണത്തിൽ പോലും പഴമ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഈ പഴയ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരെ ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു കാലം വരുന്നു എന്നാണ്. അപ്പൊ ധനവാന്മാർ അവർ കരുതി വെച്ചിരിക്കുന്ന ധനത്തിൽ ഒരിക്കലും പ്രശംസിക്കാൻ പാടില്ല. ഓക്കെ, അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അതാണ് ഈ അന്ത്യകാലത്ത് കർത്താവ് വരുന്ന സമയത്ത് നിങ്ങൾ ഓടിപ്പോയി കുറെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ശരിക്കും യാക്കോബ് ഈസ് വെരി റാഡിക്കൽ അല്ലേ? നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ച് പല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മടുത്തു നിൽക്കുന്നതുമില്ല. അപ്പോൾ ധനവാന്മാര് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, ലാസറിന്റെയും ധനവാന്റെയും കഥ നിങ്ങൾ ഓർക്കുമ്പോൾ ഈ ശരിക്കും ധനവാന്റെ തെറ്റെന്തായിരുന്നു? ഇവിടെ ഈ ധനവാന്റെ തെറ്റെന്താ? ശേഖരിച്ചു വെക്കുന്നതല്ല തെറ്റ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. നിങ്ങൾ അന്ത്യകാലത്ത് കൊണ്ട് ഇത്രയും ധനം ശേഖരിച്ചു വെച്ചല്ലേ എന്ന് വഴക്ക് പറയുന്നത് തോന്നും. പക്ഷെ അവിടെ തെറ്റെന്താണെന്നറിയോ? ധനവാന്റെ തെറ്റ് ആ പടിയിൽ ഒരു ലാസർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ധനവാന്റെ തെറ്റ്. ഇവൻ സ്വത്ത് സംഭരിച്ചതല്ല. ലാസർ എന്നൊരുത്തൻ കാൽക്കൽ കിടപ്പുണ്ടായിരുന്നു. അതായിരുന്നു തെറ്റ്. ഓക്കെ, അതുപോലെ ഇവിടെയും കൂലിക്കാർ, ഇന്ന് നമ്മൾ കമ്പനി നടത്തുന്നവരും ബിസിനസ് നടത്തുന്നവരൊക്കെ ഉണ്ട്. പല സ്ഥലത്തും പല രീതിയിൽ കൂലിക്ക് ആൾക്കാരെ വെക്കുന്നവരുണ്ട്. ഇത് 10 രൂപ അവിടെ ലാഭിക്കാൻ നോക്കരുത്. 10 രൂപ ലാഭിക്കാൻ നോക്കരുത്. ഡൊമസ്റ്റിക് ഹെൽപ്സ് ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്ന ആൾക്കാർ അത്രയും മതി എന്ന് പറയരുത്. നമുക്ക് പണം എത്രയും വാല്യൂബിൾ ആണോ അതുപോലെ അവർക്കും പണം വാല്യൂബിൾ ആണ്. നമുക്ക് പണം വളരെ പ്രധാനമല്ലേ? അതുപോലെയാണ് അവർക്കൊരു 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഓട്ടോയിൽ ചെല്ലുമ്പോൾ അവന് 10 രൂപ കൂടുതൽ കൊടുത്ത് ഒരു ചോക്ലേറ്റ് അവൻ്റെ അപ്പന് ഒരു മക്കൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ കിട്ടുമായിരിക്കും. സോ വി നീഡ് ടു ബി ലിബറൽ വിത്ത് പീപ്പിൾ ഹു ആർ അറ്റ് അവർ മേഴ്സി. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ അധ്വാനിക്കുന്ന ഡൊമസ്റ്റിക് ഹെൽപ്സ്
ആദ്യം അവരുടെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹമായിട്ടൊന്ന് സംസാരിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി കൂടുതൽ കൊടുത്ത് നിങ്ങളത് കൂട്ടി വെച്ച് ലാഭമായി പോയി ബ്രദറെ, ഞങ്ങൾക്ക് ഇത്രയും കൊടുത്താൽ മതി, ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയെന്ന് പറയുമ്പം ആലോചിക്കണം അല്ലെ, നാട്ടിൽ നടപ്പുള്ള കൂലിയേക്കാളും കുറച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പണിയാൻ ആളുകളെ വെക്കുന്നത് തെറ്റാണ്. ഇയാളെ കൊണ്ട് അധികം പ്രസംഗിപ്പിച്ചാൽ സംഗതി ആകെ വെള്ളത്തിലാവുമെന്ന് വിചാരിക്കരുത്. നാട്ടിൽ ഒരു മനുഷ്യൻ അധ്വാനിക്കാൻ പോലെ അയാൾക്ക് കിട്ടുന്ന കൂലി എന്താണോ അത്രയും കൂലിയെങ്കിലും ഒരു വിശ്വാസിയുടെ വീട്ടിൽ വന്നാൽ ഒരു കൂലി ചെയ്യുന്ന ആൾക്ക് കിട്ടണം. കാരണം നമ്മുടെ യജമാനൻ ധനമല്ലല്ലോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ധനത്തെക്കാളും പ്രധാനമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഒരു ബൈക്ക് വന്ന് എൻ്റെ കാറിന്റെ പുറകിൽ ഇടിച്ചെന്ന് ചളുക്കി ഒരു ദിവസം. അപ്പം എനിക്ക് അവനോട് ആദ്യം ഒരിത്തിരി വിഷമം തോന്നി. ഞാൻ അവനൊന്നും വർത്തമാനം പറയുകയും ചെയ്തു, ദേഷ്യപ്പെട്ടല്ല, തമാശയായിട്ട്. പക്ഷെ കർത്താവ് എന്നോട് ഉടനെ ചോദിച്ചു, നീ ആരുടെ രാജ്യം സ്ഥാപിക്കുന്നു? പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്ന ഇതാണ്, വണ്ടിയുടെ ബമ്പറിന് 8,000 രൂപ കൂലി വന്നു. അവന്റെ ആത്മാവിന്റെ വില എനിക്ക് കൂട്ടിയാ കൂടുന്നതല്ല. അപ്പൊ ഞാൻ 8,000 രൂപയുടെ ബമ്പറിന് വേണ്ടി ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്തായ ഒരു ആത്മാവുള്ള ഒരുത്തനോട് ഞാൻ ചൂടാകുന്നത് കർത്താവ് ചെയ്തു. കർത്താവിന് ഏതായിരിക്കും പ്രഷ്യസ്? ഈ യേശുക്രിസ്തുവിന്റെ പെർസ്പെക്റ്റീവിലോട്ട് വരാനാണ് യാക്കോബ് പറയുന്നത്. അതായത് നമ്മൾ കർത്താവിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വന്ന് എല്ലാം ചിന്തിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ ഈ കേട്ടാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകില്ലേ? തീർന്നു പോകില്ല. കൊടുത്ത് തീർന്നു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല സഹോദരങ്ങളെ, ഒരിക്കലും സംഭവിക്കില്ല. ദൈവ നിയോഗപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നത്. അല്ല നിങ്ങളുടെ പേര് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുത്താൽ ചിലപ്പോൾ ഒന്നും കാണുകയില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾ കൂടി വരുമോ? അതും കൊടുക്കാൻ വേണ്ടി, അല്ലാതെ എന്നാ പിന്നെ കൂടി വരുമോ എന്നാ കൊടുത്തേക്കാന്ന് വിചാരിക്കരുത്. അതും ധനമോഹം. 10 രൂപ വെച്ചാൽ 100 കിട്ടും, എന്നാ പിന്നെ 50 രൂപ വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നത് ധനമോഹം. അപ്പൊ കൂലി കൊടുക്കാൻ പലപ്പോഴും പെന്തക്കോസ്തുകാർക്ക് ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര മടി. അവർ പാസ്റ്ററിന് എത്ര വേണം കൊടുക്കും, സുവിശേഷ പ്രവർത്തകർക്ക് എത്ര വേണം കൊടുക്കും, പക്ഷെ വീട്ടിൽ അധ്വാനിക്കുന്നത്. അതുപോലെ പഴയ തുണികള്, അതുപോലെ തലേ ദിവസത്തെ ഫുഡ് കളയണ്ടല്ലോ, എന്നാ പിന്നെ അവർ കഴിച്ചോളും, അവർക്ക് ഇഷ്ടമാണ് എന്നും പറയരുത്. അവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾ കഴിക്കുന്ന അവർക്കും കൊടുക്കാവുള്ളൂ. കളഞ്ഞേക്കുന്നേ. അതുപോലെ അവരും നമ്മളെ പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള ബഹുമാനം, ആ ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കുക. നമുക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് കൂലി പിടിച്ചു വെച്ച് കുറച്ച് കൊടുത്ത് ഡിസ്കൗണ്ട് എടുപ്പിച്ചിട്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെന്ന് വിചാരിക്കരുത്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഓരോ ക്രൈസിസിലും നിങ്ങളുടെ അടുത്ത് കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണം കറ പിടിച്ച് നിങ്ങൾക്കെതിരെ നിലവിളിക്കും. നിങ്ങൾ 10 രൂപ ലാഭിച്ചോ, അത് നഷ്ടമായിട്ട് മാറും. എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ വൈഫിന്റെ ബ്രദറും പുതുതായിട്ട് കല്യാണം കഴിച്ച് അവര് ഭാര്യയും ഭർത്താവുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട് മൂന്നാറിനടുത്ത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ വഴിയിൽ നിന്ന് തൊപ്പി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. തൊപ്പി, കൗബോയ് ഹാറ്റ്, അത് 2 അവർ വാങ്ങിച്ചു. കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഒരു തൊപ്പിക്ക് 120 രൂപ. 2 തൊപ്പി വാങ്ങിച്ചു. അപ്പോ ഞാൻ സാധാരണ പറയാറില്ല. ഞാൻ പറഞ്ഞു ഒരു 10 രൂപ കുറച്ചാലോ ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ 220 മതി എന്ന് പറഞ്ഞു. 10 രൂപ വെച്ച് 2 കുറച്ചു. സിമ്പിൾ. ഒരു ഒറ്റ ചുമ്മാ ചോദിച്ചോളൂ. ഇത് തിരിയാൻ നേരത്ത് അവർ പറഞ്ഞു ഒരൊറ്റ ആൾ പോലും നിർത്തുന്നില്ല സാറേ, ഒന്നും കിട്ടാനില്ല. ഞാൻ അപ്പൊ എന്റെ മനസ്സിലേക്ക് സ്വയനീതി വന്നു. ഞാൻ അത്ര മേടിച്ചല്ലോ, അവർക്ക് അത്ര ആശ്വാസമായി കാണുമല്ലോ. ഓക്കെ, സന്തോഷം, ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തോ ഒരു സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പോന്നു. വണ്ടിയെ കയറിയപ്പം കർത്താവിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, ആ 20 രൂപ ലാഭിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോയിരിക്കുന്നതുകൊണ്ട്? ആ 20 രൂപ അവർക്ക് 20,000 രൂപ പോലെ ആയിരിക്കും ചിലപ്പോൾ. വണ്ടി ഇങ്ങ് പോരുകയും ചെയ്തു.
എനിക്ക് തിരിച്ചു പോയി ഇറങ്ങി ആ 20 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മോറൽ കറേജ് തോന്നിയില്ല. പക്ഷെ എൻ്റെ അടുത്തിരുന്ന 20 രൂപ ആ ദിവസം മുഴുവൻ നിലവിളിച്ചു. അയ്യോ, എന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചു. കാരണം അത് അവരുടെ ആയിരുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് അവരുടെ പോക്കറ്റിൽ ഇരിക്കേണ്ട പൈസയായിരുന്നു. അപ്പം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പലരുടെയും നമ്മൾ ലാഭം എന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പലതും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളപ്പോഴാണെങ്കിൽ, അവരില്ലാത്തവരാണെങ്കിൽ, അവർ ലാസറാണെങ്കിൽ, ഇത് അവരുടെ രക്തം നമുക്കായി നിലവിളിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരുമ്പോഴെങ്കിലും വളരെ കെയർഫുൾ ആവുക. കാരണം നമ്മൾ ഈ ലോകത്തുള്ള ഏത് അവരോട് തർക്കിച്ചാലും ഈ പാവങ്ങളോട് പോയി അവരുടെ നിന്ന് 1 രൂപ നമ്മൾ ആദായം എടുക്കാൻ ആഗ്രഹിക്കരുത്. അവർ 50 രൂപ കൂടുതൽ ചോദിച്ചാൽ കൊടുക്ക്. നിങ്ങൾ ചർച്ചിലൊക്കെ എന്തോരം കൊടുക്കുന്നുണ്ട്, അവരൊരു 50 രൂപ എക്സ്ട്രാ എടുക്കട്ടെ. അതുപോലെ എനിക്ക് പലപ്പോഴും അബദ്ധം പണ്ട് പറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ വേറൊരാൾക്ക് പോകാമായിരുന്ന പണം നമുക്കുള്ളപ്പോൾ നമ്മൾ കരുതി കൂട്ടി വെച്ചിട്ടിരിക്കുമ്പോൾ പിന്നെയും വേറൊരാൾക്ക് ആഹാരം കിട്ടാവുന്ന പണം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകടമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയിലേക്ക് നമ്മൾ വളരും തോറും വി ബിക്കം ലിബറൽ. ലിബറൽ ഇൻ ഗിവിങ്. കൊടുക്കുവാൻ ഉത്സാഹമുള്ളവരും അവരുടെ മുഖത്തെ സന്തോഷം നമ്മളെ സന്തോഷിപ്പിക്കണം. അതിന് എമ്പതി എന്ന് പറയുന്നത്. അവർക്കൊരു 10 രൂപ കൂടുതലായിരിക്കട്ടെ, ചേഞ്ച് വേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസാദം, ഒരു സന്തോഷം. ബിക്കോസ് ഫോർ ദം ലിറ്റിൽ ബിറ്റ്സ് ഓഫ് മണി ഈസ് മോർ വാല്യുബിൾ ദാൻ 100 റുപ്പി ഇൻ അവർ പോക്കറ്റ്. ഓക്കെ, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളിച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, യു ഹാവ് ഫാറ്റൻഡ് യുവർ ഹാർട്ട്സ് ഇൻ എ ഡേ ഓഫ് സ്ലോട്ടർ. അപ്പം ഈ ശരിക്കും ഉദ്ദേശിക്കുന്ന കാളയെ തടിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ച് നല്ല മെഴുക്കിയെടുത്ത് അതിനെ അറുക്കാൻ വേണ്ടി കരുതി വെച്ച ആ ദിവസമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ അത് കഴിക്കാനുള്ള ഒരു ആനന്ദത്തോടെ ഇങ്ങനെ പൊളച്ച് ഇറച്ചിക്കകത്തും വീഞ്ഞിനകത്തും കിടക്കാനുള്ള ആ ഒരു മനോഭാവത്തോടെ ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. സ്ലോട്ടർ ഹൗസിൽ ആ കാളകളെ പരിപോഷിപ്പിച്ച് വലുതാക്കി തൂക്കം കൂട്ടി അല്ലെ വിൽക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന അതിനെ കാണുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ആ കൊഴുപ്പിനകത്തോട്ട് പോകാനുള്ള ആ ഒരു തിടുക്കം, അതുപോലെ നമ്മൾ പൊളച്ച് മതിച്ച് ലോകത്ത് നടക്കുവാന്ന് പറയുന്നത്. ലക്ഷറി കൊണ്ട് നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളുടെ മറുത്ത് നിൽക്കുന്നതിനില്ല. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരുടെയും കുറ്റം പറയും. നമ്മൾ കുറ്റം പറയുന്നവരെല്ലാം ദൈവം നീതീകരിച്ചവരായിരിക്കും. അവൻ യഥാർത്ഥ നീതിമാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി പറയാൻ വരത്തില്ല. നമ്മളിങ്ങനെ കുറ്റം വിധിച്ച ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അവൻ നിങ്ങളോട് മറുത്ത് നിൽക്കുന്നതുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ്സ് പ്രസന്റ്. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യു ഹാവ് കണ്ടംഡ് ആൻഡ് മർഡേഡ് ദ റൈച്ചസ് പേഴ്സൺ, ഹി ഡസ് നോട്ട് റെസിസ്റ്റ് യു. അവൻ നിന്നെ എതിർത്ത് നിൽക്കുന്നുമില്ല, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ തിരിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നുമില്ല, അവൻ നമുക്കെതിരെ വരുന്നുമില്ല. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്സ് മുഴുവൻ ഈ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നുളവാകുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാതാകുമ്പോൾ ഇറ്റ് അഫക്ട്സ് us deeply. It affects our spiritual growth. It affects our spiritual stability, steadfastness. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിന്റെ ചില ഫലങ്ങളാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കണ്ടത്. ജെന്യുവിൻ ഫെയ്ത്ത് ഉണ്ടാക്കുന്ന ചില ഫലങ്ങളുണ്ട്. എന്തൊക്കെയാണ് ജെന്യുവിൻ ഫെയ്ത്ത് ഉണ്ടാക്കുന്ന ഫലങ്ങൾ? നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എല്ലാം നിൽക്കില്ലായിരിക്കാം. അതുകൊണ്ട് നമുക്കതൊരു ഓർഡറിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ജെന്യുവിൻ ഫെയ്ത്ത്, ശരിയായ വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? അത് വളരും. വിശ്വാസം ഒരു വീര്യവും അങ്ങനെ ഓരോന്നോരോന്ന് കൂടി ഇന്ദ്രിയജയവും സ്ഥിരതയും ഭക്തിയും എല്ലാം ഉണ്ടാകും. അപ്പൊ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറയുന്നത് യാക്കോബിന്റെ ഒരു പ്രധാനപ്പെട്ട തീമാണ്. ആ സ്ഥിരതയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫെയ്ത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരണമുണ്ട്. ഫെയ്ത്ത് നമ്മളെ എത്തിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലേക്കാണ്. അതിന്റെ അനുസരണം വേറെ രീതിയിലാണ്. അത് വിശ്വാസത്താലാണ് അനുസരണം വരുന്നത്. അപ്പൊ യഥാർത്ഥ വിശ്വാസം നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലൂടെയുള്ള ഒരു അനുസരണമാണ്. ഇന്ന് ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഒരു ചർച്ചിലെ സൺഡേ സ്കൂൾ പിള്ളേരുടെ കുറച്ച് സംശയങ്ങളുടെ ഉത്തര നിവാരണം സെഷനായിരുന്നു. അതിനകത്ത് ഒരു കുട്ടി ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്ത്യൻസ് ആർ സെഡ് ടു ബി ലിവിങ് ലൈക്ക് ക്രൈസ്റ്റ്, ബട്ട് എവ്രി വൺ ഈസ് ലിവിങ് ആസ് ദേ പ്ലീസ്. ക്രിസ്ത്യാനികൾക്ക് എന്ന് ചോദിക്കാം,
Why do Christians don't have why don't Christians have a firm set of rules to follow like the Muslims? നമുക്ക് ആവശ്യത്തിന് നിയമങ്ങളില്ലല്ലോ. അപ്പൊ നിയമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നാവില്ലേ എന്നുള്ളതാണ് പയ്യൻ ചോദിച്ചേക്കുന്നത്. പയ്യനാണോ പയ്യത്തിയാണോ എന്നറിയത്തില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ അനുസരണം, വിശ്വാസത്തിന്റെ അനുസരണവും ഈ റൂൾസിന്റെ അനുസരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു റൂളും ഇല്ലാത്ത ഒരു മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. വിശ്വാസം നമുക്ക് ഒരു റൂളും ഇല്ല. എന്ത് കഴിക്കണം, ഒരു പിടിയുമില്ല. ഒരു കല്യാണം എങ്ങനെ നടത്തണം, ബൈബിളിലുണ്ടോ? ഇല്ല. ഞായറാഴ്ച കൂടി വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ ശുശ്രൂഷ, ആദ്യം പ്രാർത്ഥിച്ച് തുടങ്ങണോ, സങ്കീർത്തനം വായിക്കണോ, പുതിയ വായിക്കണോ, സാക്ഷ്യം പറയണോ, ഇതൊന്നും അതിന്റെ ഒരു ഓർഡർ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എത്ര നേരം പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ഒരു പ്രാർത്ഥന മീറ്റിംഗ് കൂടി എത്ര പേര് പ്രാർത്ഥിക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. വസ്ത്രധാരണം, ഡീസന്റായ വസ്ത്രം ധരിക്കണം എന്നല്ലാതെ അത് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആഹാരം, എന്ത് കഴിക്കണം എന്നുള്ള യാതൊരുവിധ നിയമങ്ങളും ഇല്ല. ഒരു നിയമവും ഇല്ല. മുസ്ലിങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ട് എങ്ങനെയാണ് ഇവർ നിയമങ്ങളില്ലാതെ ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് വേറൊരു പ്രമാണമുള്ളത്. ആ പ്രമാണം എന്ന് പറയുന്നത് ജീവന്റെ പ്രമാണമാണ്. ആ ജീവന്റെ പ്രമാണമാണ് നമ്മളെ അനുസരണമുള്ളവരാക്കി മാറ്റുന്നത്. അപ്പൊ വിശ്വാസം, ശരിയായ വിശ്വാസം, സ്ഥിരമായൊരു വിശ്വാസം നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കും. അത് റൂൾസിന്റെ അനുസരണമല്ല, ക്രിസ്തുവിന്റെ ജീവന്റെ പ്രതിഫലനമാണ്. അവൻ നമ്മെ നന്നാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നത്, റൂൾ ഇതായതുകൊണ്ടല്ല. ഓക്കെ. 10% ദശാംശം ഇടുന്ന പല ആളുകളും റൂൾ അങ്ങനെ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ബാല്യമാണ്, ബാല്യം, ശൈശവം. 10% ഇട്ടില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കും. കേട്ടില്ലേ നിങ്ങൾ എങ്ങനെ വിരോധം പറയുന്നത്? പിള്ളേരാന്നേ, പറയട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ 10% കൊടുക്കുന്ന പിള്ളേരാ. 10 രൂപ പിള്ളേർക്കല്ലേ കൊടുക്കുന്നത് സ്വതറച്ചിടെ. വളർന്നോളെന്ന് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് കണക്കില്ലാതാവും, നിയമം ഇല്ലാതാവും. അപ്പൊ നിയമം എന്ന് പറയുന്നത് എന്തിനാ? ഒട്ടും ചെയ്യാത്തവനാ, ലിമിറ്റഡ് ആണ്. എന്നാൽ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുന്നവൻ ന്യായപ്രമാണ സമ്മതമായി മരിച്ചിരിക്കുന്നു. കാരണം അതിന് മുകളിലാണ് അവന്റെ നീതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർക്ക് കഴിയുന്ന ഒരു പ്രമാണത്തിന് മുകളിലാണ് നമ്മുടെ അനുസരണം. അവിടെ 10% അല്ല, അവിടെ നമ്മുടെ ദേഹം മുറിഞ്ഞ് നമ്മൾ അവസാനത്തുള്ളി രക്തം നിലത്ത് വീഴുന്നവരെ നമ്മൾ കൊടുക്കുക. ഇതാ കർത്താവിന്റെ സ്നേഹം. ദാറ്റ്സ് എ പെർഫെക്റ്റ് ഒബീഡിയൻസ്. അത് നിയമം വഴി നിങ്ങൾ എല്ലാവരും മരിക്കുന്നവരെ കൊടുക്കണം കേട്ടോ ഒന്നും നിയമം വെക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന നിയമങ്ങൾക്ക് അപ്പുറത്താണ് ക്രിസ്തുവിന്റെ നീതി. ദാറ്റ് ഈസ് വൈ വി ലുക്ക് അറ്റ് ദാറ്റ് റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമ്മൾ ആ നീതിയിലേക്ക് നോക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ഒരു അനുസരണമാണ് അബ്രഹാമിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു സംശയം തോന്നാത്ത നിത്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുസരണം. അതാണ് യാക്കോബ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയാണ് ഈ വിശ്വാസത്തിന്റെ വേറൊരു ഫലം. വിശ്വാസത്തിന് എന്തെല്ലാം ഫലങ്ങളുണ്ട്? ഒന്ന്, അത് അനുസരണത്തെ ഉളവാക്കുന്നു. ഓക്കെ. മറ്റൊന്ന്, വിശ്വാസത്തിന്റെ പരിശോധന നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പിക്കുന്നു. പിന്നെ സഹോദരനെ ദുഷിക്കാതെ നാവ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധമായ ഉപയോഗങ്ങൾക്ക് വേണ്ടി കോൺസെക്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം സ്ഥിരമായ വിശ്വാസത്തിൽ ഉണ്ടാകുന്നതാണ്. നാവ് നിയന്ത്രിക്കുന്ന മനുഷ്യൻ, അല്ലെ, ഇതെല്ലാം വിശ്വാസത്തിന്റെ ഫലമാണ്. അത് ആരെ കൊണ്ട്, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വിശ്വാസത്താൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. ഓക്കെ. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിന്റെ വേറൊരു ഫലം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളോടുള്ള മനോഭാവം. അവനെ വിധിക്കാൻ പാടില്ല, അവരെ പരിജ്ഞാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം, നാവ് അവർക്കെതിരെ ഉപയോഗിക്കരുത്. അതുപോലെ ലോകത്തോടുള്ള മനോഭാവം. ലോകം നമുക്ക് ഒരിക്കലും, നമ്മൾ അവരുടെ സുഹൃത്തുക്കളാകരുത്, ലോകത്തിന്റെ സുഹൃത്തുക്കളാകരുത്. ലോകത്തിൽ ആര് വേണമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാകാം, പക്ഷെ നമ്മൾ ഒരിക്കലും ലോകത്തിന്റെ സുഹൃത്താകാൻ പാടില്ല.
കൂട്ടായ്മയ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. നമ്മെ വിളിച്ചപ്പോൾ അവൻ നമ്മെ ഏക പ്രത്യാശയ്ക്കായി വിളിച്ച പോലെ, ദാറ്റ്സ് ദ ഫൗണ്ടേഷൻ. ഒറ്റ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരെയും വിളിച്ചേക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ പ്രത്യാശ അല്ലെങ്കിൽ അവർ തമ്മിൽ കൂട്ടായ്മയില്ല, കൂട്ട് മാത്രമേ. ലോകത്തിൽ നിങ്ങളുടെ സഭയിൽ കൂടി വരുന്നവർക്ക് പല മോഹങ്ങളാണെങ്കിൽ എല്ലാവരും ഒരേ പ്രത്യാശയിലല്ലെങ്കിൽ ഒരേ പ്രത്യാശ ഇല്ലാത്തവരുമായി നിങ്ങൾക്ക് കൂട്ട് മാത്രമേ ഉള്ളൂ, കൂട്ടായ്മ പറ്റില്ല. ഇപ്പൊ കൂട്ടായ്മയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏക പ്രത്യാശയ്ക്കായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയിൽ നമുക്ക് എല്ലാവർക്കും ഏക പ്രത്യാശയാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ എന്ന ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ ഇളകാത്തതും നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നവരും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമ്മൾ മരിച്ചു പോകുന്നവരെയും ഇല്ലാതാകുന്നവരെയും കൊടുത്തു തീർക്കുന്നവരുമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളോട് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ അൺപ്രഡിക്റ്റബിലിറ്റിയെ കുറിച്ചാണ്. അഡൽട്ടറിയെ കുറിച്ചുള്ള വാണിംഗ് ഉണ്ട്, അൺപ്രഡിക്റ്റബിലിറ്റി എന്നുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നമുക്ക് വരുന്ന ഗുണങ്ങളാണ്. നമ്മുടെ മനുഷ്യരോടുള്ള മനോഭാവം, ലോകത്തോടുള്ള മനോഭാവം, നമ്മുടെ ജീവിതത്തിന്റെ നാളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്, നമ്മളോട് ഇടപെടുന്ന ശുശ്രൂഷകരോട്, വർക്കേഴ്സിനോട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മുടെ ഇടപെടലുകൾ, ഇതെല്ലാം ചേർത്താണ് നമ്മൾ വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. അതൊരിക്കലും ഭൗമികമായൊരു കാര്യമല്ല, അത് ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പ്രാപിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം കരയും. കാരണം ധനവാന് വരാൻ പോകുന്നത്, അവര് നിക്ഷേപിക്കുന്ന മുഴുവൻ എവിടെയാണ്? ഈ ധനവാന്റെ പ്രശ്നം എന്താ? ധനവാൻ നിക്ഷേപിക്കുന്ന മുഴുവൻ ലോകത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് അവൻ ധനവാനായത്. ഇതെല്ലാം നശിച്ചു പോകുന്ന, പുഴുവരിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ധനവാന്മാര്, നേരത്തെ പറഞ്ഞു അവർ തങ്ങളുടെ എളിമയിൽ പ്രശംസിക്കട്ടെ. ഇവിടെ പറയുകയാണ്, ഈ ധനത്തിന്മേൽ വരുന്ന ദുരിതങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. എപ്പോഴും ചിന്തിച്ചോണം, ഇത് നാളെ ഉണ്ടാവണമെന്നില്ല. എപ്പോഴും ചിന്തിച്ചോണം, ഇതെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. നമ്മൾ അധ്വാനിച്ച് ലോണൊക്കെ വീട് ഒരു കാലം ആകുമ്പോഴേക്കും പലതരം പ്രഷറും ഡയബറ്റീസും രോഗങ്ങളെല്ലാം വരും. ഒന്നും തിന്നാൻ പോലും പറ്റില്ല. ഇത്ര അധ്വാനിച്ച് നിങ്ങൾ തിന്നാൻ പോകുന്നുണ്ടോ? ഇല്ല. എന്തിനാ പിന്നെ അധ്വാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും വലിയ മറുപടി ഒന്നും ഇല്ല. പിള്ളേരും അധ്വാനിച്ച് അവർക്കുള്ള ഉണ്ടായിക്കോളും, ഇല്ലേ? പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞ ഇത് തമാശ കേട്ടോ, ഒരു മൊല്ലാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ മൊല്ലാക്ക അടിച്ച്, എന്തിനാ മൊല്ലാക്ക കരയുന്നതെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത്, 18 തലമുറ വരെയുള്ള സ്വത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 19ാമത്തെ തലമുറ എങ്ങനെ വിചാരിക്കുന്നു ആലോചിച്ചിട്ട് ജീവിക്കുന്നു വിചാരിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലെന്ന്. എന്ന് പറഞ്ഞാൽ 18 തലമുറയ്ക്കുള്ളത് ഇതുവരെ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പുള്ളിയുടെ സങ്കല്പം. വേറൊരു പെന്തക്കോസുകാരനെ കുറിച്ച് അയാൾ പറഞ്ഞാണ്, 5 തലമുറയ്ക്കുള്ളത് അയാൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് വെറുതെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഉണ്ടാകാൻ പോകുന്ന മക്കൾ മുഴുവൻ മന്ദബുദ്ധികളായിരിക്കും, അല്ലെങ്കിൽ വിവരവും കാര്യഗൗരവവും ഇല്ലാത്ത, പഠിക്കാത്ത, ജോലി കിട്ടാത്ത കുഴപ്പന്മാരും ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും 5 തലമുറയ്ക്കുള്ള ഇങ്ങേർക്ക് തന്നെ കൊടുത്തത്. അല്ലെ, ദൈവം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്ക് അവരവരുടെ കാലഘട്ടത്തിൽ മന്ന കൊടുത്തപോലെ കൊടുത്താൽ പോരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതൊക്കെ? ആർക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ലോകം നമുക്കായും നാം ലോകത്തോടും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരൻ, നിങ്ങൾ ഉള്ളതൊന്നും നിങ്ങൾ കളയാനൊന്നും പോണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇല്ലാത്തതിനെ ചൊല്ലി ആകുലപ്പെടാതെ എങ്ങനെ ഇരിക്കാമല്ലോ, ഏറ്റവും കുറഞ്ഞത്. നാളെ ഇല്ലല്ലോ കർത്താവേ, ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ കർത്താവേ, അങ്ങനെയെങ്കിലും പറയാതെ സ്വസ്ഥമായിട്ട്, കർത്താവേ നീ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം, നീ തന്നതിന് തന്നെ നന്ദി പറയാൻ ഒരു നിവൃത്തിയില്ലേ, ഭാവിയായ എന്നെ പിടിച്ച് സ്വർഗത്തിൽ ഇരുത്താൻ മാത്രം നിന്റെ ധനം എന്നെ അന്വേഷിച്ച് വന്നതുകൊണ്ട് കർത്താവേ എനിക്ക് അത് മാത്രം മതി എന്ന് പറയാലോ. കർത്താവ് തരുവാണെങ്കിൽ തരട്ടെ. അനന്യാസിനോട് ചോദിച്ച പോലെ, ഇതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഉള്ളതാണല്ലോ, ഞങ്ങൾ പിടിച്ചു മേടിക്കാനൊന്നും വന്നില്ലല്ലോ. എന്നിട്ട് നീ തന്നെയല്ലേ സ്വന്തം വോളണ്ടറി ആയിട്ട് കള്ളം പറഞ്ഞത്. ഞങ്ങൾ നിന്നോട് ചോദിച്ചതേ ഇല്ലായിരുന്നല്ലോ ഈ വിഷയങ്ങൾ. അപ്പൊ ദൈവത്തിന് നമ്മുടെ സ്വത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ മാനം നമ്മുടെ സ്വത്തിന്മേൽ ഇരിക്കുന്ന രീതിയിലാണ് ചിലർ പ്രാർത്ഥിക്കും. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുക, കർത്താവെ നിന്നെ വിളിച്ച് ഇറങ്ങിയതാണ് ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടാൽ അത് നിന്റെ നാമത്തിന് ക്ഷീണമാണ്. കർത്താവിന് പറഞ്ഞു കൊടുക്കുക കേട്ടോ, നല്ല അഡ്വക്കേറ്റ്സ് അവര്.
അതുകൊണ്ട് കർത്താവേ, നീ നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായിട്ട് അപ്പം ആൾക്കാർ പറയും, അവൻ കർത്താവിന്റെ കൂടെ ഇറങ്ങി അവൻ ആ സമ്പത്ത് കൊടുത്തത് അവന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ പറയും. അങ്ങനെ പറയുമ്പോൾ മഹത്വം നിനക്കാണ് കർത്താവേ, അതുകൊണ്ട് നീ മഹത്വം വേണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ച് നീ മഹത്വം എടുത്തു. ഓഹ്, എന്തൊരു ഓഫറല്ലേ! എനിക്ക് പണം, നിനക്ക് മഹത്വം. മഹത്വം ഈസ് ഫ്രീ. ഞാൻ ആ പ്രാർത്ഥന കേട്ടപ്പോൾ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളിൽ മഹത്വപ്പെടണമെങ്കിൽ നിങ്ങൾ പുത്രൻ ജീവിച്ചോടെ ജീവിക്കണം. വേറെ ഒരു രീതിയിലും ഈ ലോകത്തിന്റെ ഒരു സമ്പത്ത് വെച്ച് കർത്താവ് ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നു. നശിച്ചു പോകുന്ന ഒരു സാധനത്തെ നോക്കിയിട്ട് ഓഹ് എത്ര മനോഹരം എന്ന് പറയുന്ന ആളല്ല കർത്താവ്. നിങ്ങൾ ലോകത്തിന് വില കൊടുക്കും തോറും ദൈവത്തിന് വില കൊടുക്കാത്തവരാ. അതുകൊണ്ടാണ് ലോക സ്നേഹികൾ വ്യഭിചാരികളാണ് എന്ന് അവിടെ യാക്കോബ് പറയാനുള്ള കാരണം. അപ്പൊ ധനവാന്മാർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ധനം ബാക്കിയുള്ളവർ, ബാലൻസ് ഉള്ളവർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നാളെ ഉപയോഗിക്കാൻ ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ മക്കൾ ഇത് ഉപയോഗിച്ചു കൊള്ളണമെന്നും നിർബന്ധമില്ല. ഈ ലോകം ഒരു ശ്വാസമാണ്. ഏത് സമയത്ത് നിന്നു പോകാവുന്ന ഒരു ശ്വാസത്തിലാണ് ഞങ്ങൾ കിടന്ന് പെടാപ്പാട് പെടുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റുന്ന ഒരു വചനമുണ്ടല്ലോ, സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുന്ന വചനമുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ പറഞ്ഞു, അത് യേശു ബ്രദറെ, ഈ ലോകത്തിരുന്നുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പുത്രനോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ ഒരു നിമിഷം സ്വർഗത്തിലിരിക്കാമെന്ന് ചിന്തിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് നോക്കി, നമ്മൾ ഈ ഓടി നടക്കുന്നതും വെപ്രാളം പിടിക്കുന്നതെല്ലാം ഒരു 5-6 ദിവസത്തെ ജീവിതം, വെരി ചെറിയൊരു ലോകത്തിന് വേണ്ടിയാണ് ഈ യുദ്ധവും കസേരകളിയും ബഹളവും എല്ലാം എന്ന് സ്വർഗത്തിലിരുന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നാണം തോന്നും. ആ ഒരു ഏതാനും നാളുകൾ സമയത്തിനകത്തേക്ക് നമ്മളെ കർത്താവ് വിട്ട ഈ നാളുകളിൽ ആ ജീവനുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടുന്നതിന്, വാരി പറക്കിയെടുക്കുന്നതിന് പകരം ഇവിടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് നിലവിളി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ റൂമിനകത്ത് നിറച്ച് കോയിൻസ് ഉള്ള റൂമിനകത്ത് ഇട്ട് പറയാണ്, 1 മിനിറ്റ് സമയമുണ്ട്, എല്ലാവരും വാരി പറക്കി എടുത്ത് ഓടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? എത്ര എടുക്കും? എനിക്ക് 2 മതി കേട്ടോ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് വർത്താനം പറഞ്ഞ് കളയോ? ഇല്ല, അതുള്ളതെല്ലാം വാരി എടുത്തോണ്ട് ഓടില്ലേ? അപ്പൊ നമുക്ക് സ്വർഗീയ സമ്പത്തുകളെ അനുസരണത്തിലൂടെ പ്രാപിക്കാൻ, വിശ്വാസത്തിലൂടെ പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഈ നല്ല സമയം നമ്മൾ ഈ ലോക വ്യവഹാരങ്ങളിൽ അകപ്പെട്ട് ആ ധനം സമ്പാദിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഒരു നഷ്ടമായിട്ട് മാറും. ദാറ്റ് വിൽ ബി ഹ്യൂജ് ലോസ് ഫോർ us. അതുകൊണ്ട് പറയാണ്, ധനവാന്മാരെ നിങ്ങൾ നിലവിളിച്ച് കരയണം. നിങ്ങൾ ഇവിടുത്തെ വ്യവഹാരങ്ങളിൽ നിങ്ങൾ വലിയവരായി, പക്ഷേ സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അധ്വാനം മുഴുവൻ ഇവിടെയായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം കറ പിടിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയണം. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നു കളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. ഇത് ഈ കൊടുക്കുന്ന കാര്യം പറഞ്ഞ വേറൊരു ഗ്ലോറിയസ് അടിമത്തത്തിന്റെ കാര്യം കൂടെ പറയാം. സുവിശേഷ വേല. സുവിശേഷ വേലയുടെ അടിമത്തമുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ സുവിശേഷ വേലയായിട്ട് ബന്ധപ്പെട്ട ചില ജോലികളുണ്ട്. ബൈബിൾ കോളേജിലെ പ്യൂണ്, അല്ലെങ്കിൽ സെക്രട്ടറി, അല്ലെ മാനേജർ, ഏറ്റവും കുറഞ്ഞ സാലറി അവർക്ക് കിട്ടും. ഒരു മിഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവര്, ഇതുപോലെ അപകൃതരായ ഫിനാൻഷ്യലി ഒറ്റപ്പെട്ട ആൾക്കാരില്ല. മിഷണറിമാർക്ക് അറ്റ്ലീസ്റ്റ് മിഷണറി എന്നുള്ള പേരെങ്കിലും ഉണ്ട്. എന്നാൽ നമ്മൾ ആളുകളെ വിളിച്ച് നമ്മുടെ ഓഫീസിൽ പണിയെടുപ്പിക്കും, സുവിശേഷ ഓഫീസ്. അപ്പം ആൾക്കാരുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേലയല്ലേ, അതിന്റെ ഒരു ഡിസ്കൗണ്ട് ഇവര് നമുക്ക് തരുമെന്ന. ആരാ ഈ 5 പൈസക്ക് വകയില്ലാത്തവൻ? ഇത് ഒരു തട്ടിപ്പ് പരിപാടിയാണ്. അതായത് മിഷൻ വേലയാണ്. ഓൾഡ് ഏജ് ഹോം നോക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. മാസ ശമ്പളം 1000 രൂപ. സുവിശേഷ വേലയല്ലേ ബ്രദറെ എന്നാ പറയാം. എന്നാൽ മിഷണറിയുടെ ക്രെഡിറ്റും ഇല്ല, അടിമപ്പണി ചെയ്യുന്നുമുണ്ട്. അവർ ഇഷ്ടത്തോടെ അല്ല ദാനം ചെയ്യുന്നത്. കുറെ കഴിയുമ്പം ഇഷ്ടമൊക്കെ കുറയും, പൈസ. ഇത് ഈ സുവിശേഷ വയലിലുള്ള ചൂഷണങ്ങൾ വളരെ കൂടുതലാണ്.
അതുപോലെ സഭകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന സാമ്പത്തികം കുറഞ്ഞ സഹോദരങ്ങളായിരിക്കും അവിടെ ഓടി നടക്കുന്നത്, ടിക്കറ്റ് എടുക്കാനും ഹോൾ അറേഞ്ച് ചെയ്യാനും മൈക്ക് ശരിയാക്കാനും. ധനവാന്മാരൊക്കെ ഒന്ന് കസേരയിൽ ഇരിക്കത്തുള്ളൂ, അവർ വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടുള്ളൂ. ഇതൊക്കെ എപ്പോൾ ശരിയാവുമെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളിതെല്ലാം ഗൗരവമായിട്ട് കാണണം. ഈ ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ടാവും, പാവപ്പെട്ടവർക്കും ഉണ്ടാവും. നമ്മുടെ സഭയിലെ മൂപ്പന്മാരും കമ്മിറ്റിക്കാരെല്ലാം പാവപ്പെട്ടവരും വരണല്ലേ. ഈ കമ്മിറ്റിക്കാരെന്ന് പറയുന്നവരെല്ലാം ഒരുമാതിരി പണമുള്ള, ഒരുമാതിരി കുടവയറൊക്കെ ഉള്ള ആൾക്കാരല്ലേ മിക്കവാറും എല്ലായിടത്തും. അതോ കൃപാവരങ്ങളുള്ളവരെയാണോ നിങ്ങൾ കമ്മിറ്റിക്കാരായിട്ടൊക്കെ എടുക്കുന്നത്? അങ്ങനെയുള്ളൊരു പെന്തക്കോസി പോലും ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് പെന്തക്കോസി പോലും ഇല്ല, അല്ല ബാക്കിയുള്ളടത്ത് ഇല്ലല്ലോ കൃപാവരങ്ങളുള്ളവർ. പെന്തക്കോസിലല്ലേ ആകെ കൃപാവരങ്ങളുള്ളവരുള്ളൂ. അതിനകത്തും കമ്മിറ്റിക്കാരും ഇതെല്ലാം എന്താ എന്താ ബാക്ക്ഗ്രൗണ്ട് വെച്ചും പണത്തിന്റെ നിലവാരം വെച്ചും സംസാരിക്കാനുള്ള ശേഷി വെച്ചൊക്കെ ആയവരാ. എവിടെയാ കൃപാവരങ്ങളുടെ ശുശ്രൂഷയുള്ളത്? ലോകമാണ് നമ്മുടെ യജമാനൻ എന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നിങ്ങൾ ഭൂമിയിലെ ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ച് കൊല ദിവസം എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. 7-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. നമ്മളിത് ആദ്യത്തെ ദിവസം കണ്ടതാണ് ഈ ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന വാക്കിന് പ്രധാനപ്പെട്ട അർത്ഥം നമ്മൾ ഓരോ ദിവസവും ക്ഷമയോടെ ഒരു കാര്യം ക്ഷമിക്കുന്നതല്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ അവന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ആ സഹോദരൻ, അവിടെ ജീവിക്കുന്നതിനാണ് ദീർഘക്ഷമ ഉള്ളത്. അപ്പൊ ഇന്ന് കണ്ടത് ക്ഷമിക്കണം, നാളെ കണ്ടത് ക്ഷമിക്കണം, നാളെ കേട്ടത് ക്ഷമിക്കണം, നാളെ കഴിഞ്ഞ് അത് ഇപ്പോഴേ അറിയാം ഇതിങ്ങനെ ആയിരിക്കും ഒരു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് അങ്ങ് ക്ഷമിച്ചേക്കുക, അങ്ങ് ദീർഘകാല അടിസ്ഥാനത്തിൽ അങ്ങ് ക്ഷമിച്ചേക്കുക. ഒരു 10 വർഷം ഞാൻ അവനോട് അങ്ങ് ക്ഷമിച്ചേക്കുന്നു മുൻകൂട്ടി. ഞാൻ ദീർഘക്ഷമ. എങ്ങനെയുണ്ടായിരിക്കും? എന്റെ ഭാര്യയ്ക്ക് ഇന്ന സ്വഭാവങ്ങളാണ്, അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. എന്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അടുത്തു ദീർഘമായിട്ട് അങ്ങ് ക്ഷമിച്ചു. ലോങ് ടേം വലിപ്പിച്ചു, 5 വർഷത്തേക്ക് മുൻകൂട്ടി. കർത്താവ് നമ്മോട് ഭയങ്കര ദീർഘക്ഷമയെ കാണിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ അവന്റെ അടുത്ത് എത്തിക്കുന്നവരെ ഉള്ള ഒരു ലിമിറ്റ്, ഒരു ദീർഘക്ഷമ. അത് മുൻകൂട്ടി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കും. ദീർഘക്ഷമ. ഞാൻ എടുത്ത് നിന്നെ നന്നാക്കാൻ വേണ്ടി നീ പിടയ്ക്കുമെന്ന് എനിക്കറിയാം, ചവിട്ടൊക്കെ തരുന്നറിയാം, പക്ഷെ ഞാൻ നിന്നെ വിടില്ല. നിന്നെ ഞാൻ ദീർഘക്ഷമയോടെ നിന്നെ എടുത്ത് നിന്നെ ഞാൻ നിരപ്പാക്കിയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും അഡ്വാൻസ് ആയിട്ട് ക്ഷമിക്കാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാം. ഒരു ജോലിയിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാനും ഉണ്ടെന്നല്ലോ, അവനെ കാണാൻ മേലെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ പാകിസ്ഥാനും വേണ്ട, ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മേലെ, മലയാളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും കാണാൻ മേലെ. ഞാൻ വിചാരിക്കുകയാണ് അവൻ എന്തായാലും എനിക്കെതിരെ പാര വയ്ക്കും, പക്ഷെ അവനോട് ഞാൻ ദീർഘമായിട്ട് മുൻകൂട്ടി ക്ഷമിച്ചേക്കും. ഇവനെന്നെ പറ്റിച്ചിട്ട് പോകും, എനിക്കറിയാം, പക്ഷെ അവൻ പറ്റിക്കുമെന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി അവനോട് ക്ഷമിച്ചു വിട്ടിരിക്കും. ഓ, എന്തായിരിക്കും ആ ലൈഫ്! നിങ്ങൾ ആരും ചെയ്യുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈഫ് ആയിരിക്കത്തില്ലേ? ഇപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ അങ്ങനെ ദീർഘക്ഷമയോടെ ഇരിക്കുക. ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേമിലേക്ക് ആ ക്ഷമയെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, കർത്താവ് വരുന്നത് വരെയുള്ള ഒരു പീരീഡിലേക്ക് നമ്മൾ ആ ക്ഷമയെ ഡെപ്പോസിറ്റ് ചെയ്തു. ഇറ്റ്സ് എ ലോങ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഇറ്റ് yields റിച്ച് ഡിവിഡൻഡ് എവറി ഡേ. ഈ ലോങ് ടേം ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത ഉണ്ട്, അത് ഓരോ ദിവസവും നമുക്ക് നല്ല ഈൽഡാ തരുന്ന ദീർഘക്ഷമ. ദീർഘക്ഷമയോടെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുടെ ദീർഘക്ഷമയുണ്ടോ? ലോങ് സഫറിങ്, അത് ശരിക്കും ഇംഗ്ലീഷ് നല്ല സ്റ്റൈലല്ലേ, ലോങ് സഫറിങ്, സഫറിങ് ഫോർ ലോങ്. ദൈവം നമ്മളെ ലോങ് സഫറിങ് ദൈവം നമ്മോട് കാണിക്കും. നമ്മളെ കൊണ്ട് അങ്ങ് സഫർ ചെയ്യുക ലോങ്. ബട്ട് ബൈ എ പ്രോമിസ് ഹി ഹാസ് ഫിക്സ്ഡ് അവർ സാൽവേഷൻ ആൻഡ് ഹിസ് സഫറിങ് is long for a considerable period of time. ഓക്കെ. അപ്പോൾ ദീർഘക്ഷമയോടെ ഇരിക്കുക. അപ്പം നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു കാര്യം, ഈ ദീർഘക്ഷമയോടെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു
സുവിശേഷത്തിന്റെ അഷുറൻസ്, ഒരു ഉറപ്പ് നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വി നീഡ് ടു ബി അഷ്വേർഡ് അബൌട്ട് സാൽവേഷൻ. അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ ദീർഘക്ഷമ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ആ ദീർഘക്ഷമയുടെ പിന്നാലെ ഒരു കാത്തിരിപ്പുണ്ട്. കർത്താവേ വരണമേ വരണമേ എന്നുള്ളൊരു ഞരക്കം. കഴിഞ്ഞ ദിവസം ദീർഘക്ഷമയുടെ കാത്തിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരിയുണ്ട്. പുള്ളിക്കാരി ദിവസം എന്ന് പറഞ്ഞാൽ 19 വർഷമായിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കാത്തിരിക്കും, കർത്താവ് ഇന്ന് വരുമോ ഇന്ന് വരുമോ. ഞാൻ ചിന്ത 19 വർഷം മുമ്പ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അന്ന് തൊട്ട് ഞാനും ഭർത്താവിന്റെ തീരുമാനം എടുത്തു, ഞങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ആലോചിക്കരുത്. രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ കർത്താവെ നീ വരുമ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുമോ. എന്റെ പുള്ളിക്കാരോട് പറയുക, ഇപ്പൊ 19 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ സംശയം തോന്നുവാ ചേച്ചേ, കർത്താവ് നമ്മുടെ കാലത്തെങ്ങാനും ഇനി വരാതിരിക്കുമെന്ന് ഓർക്കുമ്പോൾ പേടിയാവും. നമ്മുടെ പിള്ളേരുടെ സമയത്തായിരിക്കും അല്ലേ ചിലപ്പം വരുന്നത് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേല, എപ്പോഴേലും വന്നാലും നമ്മൾ പോകുമല്ലോ അങ്ങോട്ട്. പക്ഷെ ഈ ഒരു ഈഗർ എക്സ്പെക്ടേഷൻ, അപ്പൊ അവർക്ക് പോകുന്ന ഉറപ്പല്ലേ, പോകുന്ന ഭയങ്കര ഉറപ്പാണ്. അവർക്ക് ഈ ലോകത്തിൽ ഒന്നും കരുതണമെന്നില്ല. ഡോക്ടേഴ്സാണ് സ്പെൻഡിങ് എവറിത്തിങ് ദാറ്റ് ഡേ. കാരണം അവർ ഈ ലോകത്തിലേക്ക് നോക്കുന്നതേ. അങ്ങനെ അനേകം വിശുദ്ധന്മാരെ കർത്താവ് കൂട്ടിവരുത്തിയിട്ടുണ്ട്. ഞാനതിൽ വളരെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ബിക്കോസ് ദ ലോർഡ്സ് ഗ്ലോറി, നമ്മൾ പറയാണ് കർത്താവെ നീ മതി എനിക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹിസ് നെയിം ഈസ് ഗ്ലോറിഫൈഡ് എന്നത്, അവന്റെ നാമം മഹത്വമുള്ളതായി മാറുകയും ചെയ്യും. അവന്റെ നാമം ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ ദൈവിക മഹത്വം അവന്റെ സ്വത്താണ് നമുക്ക് ശരിക്കും മഹത്വം ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ കർത്താവ് വേണ്ടി കാത്തിരിക്കുന്നത്. കർത്താവേ ഞാൻ ഈ ധനത്തെ കരുതുന്നില്ല, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഐ എം ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ആൻഡ് ഐ ബിലോങ് ടു യു ആൻഡ് ഓൺലി ടു യു. ഇത് നമ്മുടെ സഭയിൽ ഒരു ട്രെയിനിങ് ആയിട്ട് വരണം. നമ്മുടെ എല്ലാ വിശ്വാസികളും അത് മനസ്സിലാക്കും. സഹോദരങ്ങളെല്ലാം, ഈ ലോകം എന്താണ്, ഒന്നുമില്ല. പിന്നെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ കർത്താവെ നിന്റെ ഇഷ്ടം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഈ ഭൂമി ജീവിക്കും, പക്ഷെ ഇതെല്ലാം നിന്റെ ഇഷ്ടമാണ്, നീയാണ് ഞങ്ങളുടെ അപ്പൻ, അപ്പനെ തീരുമാനിക്കാം, അപ്പന്റെ തീരുമാനത്തിന് ഞങ്ങൾ ഇതെല്ലാം വരും. ഇങ്ങനെ ധൈര്യമായിട്ട് കർത്താവിന് മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകണം. അതാണ് യാക്കോബ് പറയുന്നത്, സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ ലോങ് സഫറിങ് സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പം പേഷ്യന്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ശരിക്കും ദീർഘക്ഷമ എന്ന വാക്ക് ലോങ് സഫറിങ് എന്നാണ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാന്ന് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. ബി പേഷ്യന്റ് എവറി ഡേ, ബി പേഷ്യന്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബി പേഷ്യന്റ്. കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവത്തിന്റെ സമയം വരാൻ പോകുന്നു, ഏത് സമയത്തും അവൻ വരുമെന്ന് ക്ഷമയോടെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഉറപ്പുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. സംശയമുള്ളവർക്ക് അങ്ങനെ ഒരു നോട്ടം സാധിക്കില്ല. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് യാക്കോബിന്റെ ലേഖനം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇതൊന്ന് വായിക്കണം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. നാളെ അവസാനത്തെ ദിവസമാണ്. നാളെ എത്ര നേരം ഉണ്ട് എനിക്കറിയില്ല, നാളെ സൺഡേ ആണല്ലോ. അപ്പോൾ നാളെ വരുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് വായിക്കാൻ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇപ്പോൾ സന്ധ്യയായി, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ സമയം എടുത്താൽ മതി. ഇതൊന്ന് ഈ 5 അധ്യായങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ജീവിതകാലത്ത് മറക്കാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വിശ്വാസത്തെ സ്ഥിരമായി ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച് അത് പ്രവൃത്തിയായി കർത്താവെ അങ്ങയുടെ വിറ്റ്നസ്സായി ഞങ്ങൾ അങ്ങയുടെ ജീവൻ ജീവിക്കുന്നവരായി ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മുമ്പിൽ, ഞങ്ങൾ ഓരോ ദിവസം ഇടപെടുന്നവരുടെ മുമ്പിലും വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഉദാര മനസ്കരും കർത്താവിനെ സ്നേഹിക്കുന്നവരും ആ വിശുദ്ധി ആഗ്രഹിക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.